ഹരിഹരൻ്റെ ഫോട്ടോ ആർട്ട് എക്സിബിഷനിൽ ഏറ്റവും ശ്രദ്ധേയമായി എനിക്ക് തോന്നിയ കാര്യം പുറം കാഴ്ചകളല്ല, മനുഷ്യ ശരീരത്തിൻ്റെ, പ്രത്യേകിച്ചൊരു സ്ത്രീ ശരീരത്തിൻ്റെ അഗാധമായ ഒരു അനറ്റമിക്കൽ വെർഷനാണ് ഇവിടെ ഈ ചിത്രങ്ങളിലൂടെ, ഈ ഫോട്ടോഗ്രാഫുകളിലൂടെ ഹരിഹരൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത ബാഹ്യമായ നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങളെയും ബാഹ്യമായ കാഴ്ചകളെയും വെല്ലുവിളിക്കുന്ന തരത്തിൽ ഒരു ശരീരത്തെ ഡിസിമിനേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ വിവിധ വശങ്ങളിലോടുകൂടി പ്രദർശിപ്പിച്ച് അതിൻ്റെ ഒരു രാഷ്ട്രീയം പറയുക കൂടിയാണ് ഈ ചിത്രങ്ങളിലൂടെ ചെയ്യുന്നത്. നമുക്കിന്ന് അറിയാം, നമ്മൾ നേരിടുന്ന എല്ലാത്തരം സാമൂഹ്യ പ്രശ്നങ്ങളിലും സ്ത്രീ എന്ന ഒരു ഐഡൻറ്റിറ്റി എത്രമാത്രം പീഡിപ്പിക്കപ്പെടുകയും എത്രമാത്രം ഒരു കേന്ദ്ര ബിന്ദുവായി നിന്നുകൊണ്ട് തന്നെ ഏറ്റവും അധികം വിക്ടിമൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള ഒരു സ്ത്രീ സങ്കല്പം കൂടി ഇത്തരം ഒരു ഫോട്ടോഗ്രാഫി എന്ന കലയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഹരിഹരൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിന് സജീവമായ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം വളരെ സൂക്ഷ്മമായ ഒരു തലത്തിലൂടെ സംവേദവിദ്യമാക്കാനാണ് ഈ ചിത്രങ്ങളിലൂടെ അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. It's nice to see such an exhibition in Kerala with so much work. Because these are times when not many people are doing that much work in photography. So this is definitely a welcome offering in this scene. As far as the subject is concerned, it looks more like a male gaze, and that is quite a contested space. So, I mean that the artist, of course, has reasons for doing these works, and but I see the kind of the sheer number of works that has been done for this show is quite inspiring to see someone doing that much work in Kerala these days. And I wish Hari all the best. And it's a great beginning for Hari to be showing his work all over Kerala and getting feedback. So I think it's wonderful, and I wish him all the best.
ഹരിഹരൻ്റെ ഈ വർക്കുകൾ ഞാൻ ആദ്യം കണ്ടത് ഒരു ബുക്ക് ഫോമിലാണ്. ആക്ച്വലി ഇത് ബുക്ക് ഫോമിൽ കാണേണ്ട വർക്കല്ല, ഇത് നേരിട്ട് കാണേണ്ടതാണ്. നേരിട്ട് കാണുക എന്ന് പറയുന്നത് തന്നെയാണ് ഒരു വർക്ക് ഓഫ് ആർട്ട് ഡിമാൻഡ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കാര്യം. കാരണം ഈ നേരിട്ട് കാണലിൽ അതിൻ്റെ സൈസും അതിൻ്റെ വിഷ്വലായിട്ടുള്ള എലമെൻസും ഒരു ആർട്ടിസ്റ്റ് ഒരാൾക്ക് വേണ്ടി ഒരുക്കി വയ്ക്കാൻ, അത് ഏത് വർക്കാണെങ്കിലും ഏത് വർക്ക് ഓഫ് ആർട്ടിലും ആ ഒരു കാര്യമുണ്ട്, ഒരു ഫിസിക്കാലിറ്റി ഓഫ് ദ വർക്ക്. അപ്പോൾ ആ ഫിസിക്കാലിറ്റി ഓഫ് ദ വർക്ക് ഞാൻ ഇപ്പോഴാണ് അനുഭവിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കാണുന്ന ഒരു വലിയ കാര്യം എന്ന് വെച്ചാൽ ഒരു ബോഡിയിൽ പലപ്പോഴും നമ്മൾ ബോഡിയോട് ഉണരുന്നത് രണ്ട് സമയത്താണ്. ഒന്ന് പ്രണയം വരുമ്പോൾ, കാമം വരുമ്പോൾ, പ്രണയം ആവണമെന്നില്ല, കാമം വരുമ്പോൾ. രണ്ട് വളരെയധികം അസുഖം വരുമ്പോൾ. ഈ രണ്ട് സമയത്ത് നമ്മൾ ബോഡിയോട് വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ ഈ എക്സിബിഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കാമമോഹിതത്തെയും രോഗാവസ്ഥകളെയും അതിൻ്റെ ഓർമ്മകളെയും ഒക്കെ ഡെവലപ്പ് ചെയ്ത് അതിനെയൊക്കെ ത്വരിപ്പിക്കുന്ന, ചിലർക്ക് അത് വളരെ ട്രോമാറ്റിക് ആയിരിക്കും, ചില സമയത്ത് അത് വളരെ ട്രോമാറ്റിക് ആയിട്ട് അനുഭവപ്പെടും, ചില സമയത്ത് വളരെയധികം ഒരു ബോഡി ഒരു പലതരത്തിലുള്ള ഫോമിനോട് റെസ്പോണ്ട് ചെയ്യുന്ന പോലെ, പ്രത്യേകിച്ച് ഒരു ബണ്ടിലിനോട് റെസ്പോണ്ട് ചെയ്ത പോലെ അതിപ്പോൾ ഇവിടെ ഒരു വർക്ക് ഉണ്ട്. ബോഡിക്ക് തന്നെ പല പല ഷേപ്പുകളോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അവയവങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും പോലെ ഓരോരോ പാർട്ട് ഓഫ് ദ ഹോൾ അല്ല, ഓരോ പാർട്ടിനകത്ത് തന്നെ പൂർണ്ണതയുള്ള ചില ഫോംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ശരീരത്തെ ഈ വിധത്തിലൊക്കെ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് സ്വതവേ നമ്മൾ കാണാറില്ല. കാരണം നമുക്ക് ബോഡിയെ ഒരു ഐഡിയൽ ആയിട്ട് കാണാനാണ് ഇഷ്ടം. ഒന്നിലോ ഐഡിയൽ അല്ലെങ്കിൽ ബീബൽസ്, ഈ രണ്ട് അനുഭവങ്ങളാണ് നമുക്കുള്ളത്. ബീബൽസത തീർച്ചയായിട്ടും ഈ വർക്കുകളിലൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിത് കാണാൻ പറ്റിയില്ലെങ്കിലും കാണുമ്പോൾ അയ്യോ എന്ന് തോന്നിയാലും നമ്മളിത് കാണും ഈ വർക്ക്. അവിടെയാണ് ഹരിഹരൻ ഉപയോഗിക്കുന്ന ചില ആർട്ടിസ്റ്റിക് ഡിവൈസസ്. വളരെയധികം ഇത് പലതും ഇമേജ് മോർഫിംഗ് ആണ്, പലതരത്തിലുള്ള ഇമേജ് മാനിപ്പുലേഷൻസ് ഉണ്ട്, റെപ്പറ്റീഷൻസ് ഉണ്ട്, പല രീതിയിലുള്ള. പക്ഷേ ഇതിനകത്ത് ഇമേജിനകത്തുള്ള ട്വീക്കിങ്ങിനേക്കാൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നത് ആ ട്വീക്കിംഗ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഫിസിക്കാലിറ്റിയുടെ ഒരു എക്സ്പ്ലനേഷനാണ് അദ്ദേഹം തരുന്നത്. അത് നമ്മളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുന്നു. അവിടെ ഞാനൊരു വർക്കിൽ ഒരു നഖത്തിൻ്റെ ചെറിയ ഇങ്ങനെ പൊളിഞ്ഞു നിൽക്കുന്ന ഭാഗമുണ്ട്. ഇത് ഞാൻ ആ ബുക്കിലൊന്നും കാണാൻ പറ്റിയില്ല എനിക്ക്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തിൽ മാംസമുള്ള ഭാഗത്തൊക്കെ വരുന്ന സ്ട്രെച്ച് മാർക്സ്, നമ്മൾ പെണ്ണുങ്ങൾ ശരിക്കും സ്ട്രെച്ച് മാർക്കിനെ കുറിച്ചൊക്കെ വളരെയധികം എംബാരസ്ഡ് ആയിട്ടുള്ള മനുഷ്യന്മാരാണ് എന്നാണ് വെപ്പ്. പക്ഷേ ഈ സ്ട്രെച്ച് മാർക്ക് കണ്ടപ്പോൾ, ഇതിൽ പല വർക്കുകളിലും കണ്ടപ്പോൾ എനിക്ക് നമ്മൾ ഈ ഗ്രാനൈറ്റിൽ കൊത്തിയെടുക്കുമല്ലോ, അപ്പോൾ കൊത്തിയെടുക്കുമ്പോൾ വരുന്ന കുറേ മാർക്സ് ഉണ്ട്. അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു ഗ്രാനൈറ്റ് സ്കൾപ്ചർ ചെയ്യുമ്പോൾ സ്വതവേ നോർമൽ കൊത്തിയെടുക്കൽ വരുന്നതാണ്. പക്ഷേ ഈ ഗ്രാനൈറ്റിൻ്റെ ഫീലിംഗ് ഒരു ബോഡിക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വേറൊരു ഫീലിംഗ് ആണ്. ശരീരം കല്ല് പോലെ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ശരീരത്തിൻ്റെ ആ അവസ്ഥ ധ്വനിപ്പിക്കാൻ അത് മതിയാവും. സോ അങ്ങനത്തെ കുറേ സജസ്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ പലതുകൊണ്ട്, പക്ഷെ സജഷനിൽ യാതൊരു ആർട്ടിസ്റ്റിക് ഡിവൈസിൻ്റെ മറയില്ല ഹരിഹരൻ ചെയ്യുന്നതിൽ. അത് ആ സമയത്ത് അത് സജസ്റ്റീവ് ആയിരിക്കെ തന്നെ അത് അനുഭവത്തിലേക്കാണ് വരുന്നത്, പച്ചയായിട്ട് അനുഭവത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ അത്തരം ചില ആർട്ടിസ്റ്റിക് ഡിവൈസിനെ വളരെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുകയും അതിലപ്പുറം അത് ഉപയോഗിക്കാതെ ജീവിതത്തിൻ്റെ പച്ചയായ വശങ്ങളിലേക്ക് വിട്ടുകൊടുക്കുകയും നമ്മളുടെ തന്നെ കാമമോഹിത അവസ്ഥകളിലേക്കും രോഗാവസ്ഥകളിലേക്കും
ഒക്കെ കടത്തിവിടുകയും ഒപ്പം തന്നെ നമ്മുടെ ബോഡിയെ വളരെ ശാന്തമായിട്ട് ഒരു ചില ഷേപ്പായിട്ട് ഒക്കെ ഫീൽ ചെയ്യാൻ അനുവദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയൊരു എന്താ പറയുക അനുഭവ തരംഗമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ചിത്രം കാണുന്നത്. ഹരിഹരൻ ഓൾ ദ ബെസ്റ്റ്. ഇതിൻ്റെ ഒരു മോർഫോളജി ഓഫ് ഹ്യൂമൻ ബോഡി തന്നതിന് നന്ദിയുണ്ട്. കാരണം ഇത് തരുന്ന ഇൻസൈറ്റ്സ് വളരെ വലുതാണ്. നന്ദിയുണ്ട്. വന്നവരെ മാത്രമേ ഞാനിപ്പോൾ സ്വാഗതം ചെയ്യുന്നുള്ളൂ. വരാത്ത ചിലരുണ്ടായിരിക്കാം. അവരിനി മുൻകൂട്ടി ഞാൻ സ്വാഗതം ചെയ്ത് ആരെയും വിഷമിപ്പിക്കുന്നില്ല. എൻ ഗോപികൃഷ്ണൻ കവിയാണ്. ഞാൻ സ്വാഗതം ചെയ്തു. എന്നിട്ടൊന്നും അതൊന്നും ഇല്ല അല്ല. അങ്ങനെയൊക്കെ പലരും ചെയ്യണതാണ്. നമുക്ക് നിർബന്ധമില്ല. ഈ ആളുകളൊക്കെ എഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പണിയാണ്. ഇസ്രത്ത് ഉമൈറ പെയിന്ററാണ്. എഴുന്നേറ്റതായിട്ട് കണക്കാക്കണം. ഓച്ചിമി സ്കൾപ്റ്ററാണ്. പിന്നെ ഡോക്ടർ കവിത ബാലകൃഷ്ണൻ ആർട്ടിസ്റ്റ്, ആർട്ട് ക്രിറ്റിക്കൽ. ഡോക്ടറാണ്. അസുഖങ്ങളുള്ളവരൊന്നും അവരുടെ അടുത്ത് പോകണ്ട. അപ്പോൾ ഇത്രയും പേര് നമ്മുടെ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ. ഞാൻ ഉണ്ണിയേട്ടനെ ആദ്യം പറയേണ്ടതായിരുന്നു. EP ഉണ്ണി കാർട്ടൂണിസ്റ്റ്, ഉയരം കൊണ്ടും പ്രായം കൊണ്ടൊക്കെ. പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയോ? ഈ പ്രിസൈഡ് ചെയ്യേണ്ട ആളെ ആദ്യം സ്വാഗതം ചെയ്യാന്നുള്ളൊരു കുഴപ്പം കൊണ്ട് ഈ EP ഉണ്ണി എന്നുള്ള പേര് ഞാൻ സ്കിപ്പ് ചെയ്തു. അതുകൊണ്ട് ഉണ്ണിയേട്ടനെ കാർട്ടൂണിസ്റ്റിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിവേക് വിലാസിനി അവിടെ തൊട്ടടുത്ത് തന്നെ, ഉണ്ണിയേട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കേണ്ട, പ്രത്യേകിച്ച് നിൽക്കേണ്ട കാര്യമില്ല. എവിടെ ചെന്നാലും വേറിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ ഡോക്ടർ വന്നു, കണ്ടു, പക്ഷെ പിന്നെ കണ്ടില്ല. എവിടേക്കോ പെട്ടെന്ന് അപ്രത്യക്ഷമായതാണ്. വീണ്ടും വരും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കലിനെയും സ്വാഗതം ചെയ്യുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു. അധ്യക്ഷ രാധാഗോമതി വന്ന് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കേണ്ടതാണ്. ഇനിയുള്ള പരിപാടികളൊക്കെ അധ്യക്ഷ ഏറ്റെടുക്കേണ്ടതുമാണ്. ഫോർമൽ പരിപാടികൾ എന്നെ തീരെ കൊള്ളില്ല, അതാണ് വാസ്തവം. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ചിത്രങ്ങളെക്കുറിച്ച്, ഈ ഫോട്ടോഗ്രാഫ്സിനെ കുറിച്ച് ആദ്യം എപ്പോഴും ഉള്ള ഒരു നടുക്കമുണ്ട്. അത് ഇപ്പോഴും നടക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാനാണ് ഞാൻ ആദ്യം കയറി ഇത് കണ്ടത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, കാരണം അതല്ല എൻ്റെ ജോലി എന്ന് ഹരിഹരൻ പറഞ്ഞു. ആ ജോലി കവിതാ ബാലകൃഷ്ണൻ്റെയാണ്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തെ ഡോക്ടർ കവിതാ ബാലകൃഷ്ണൻ വരിക. നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ, അറിവ് ഓടി നടന്ന് യാതൊന്നും പ്രതീക്ഷിക്കാതെ, പ്രതിഫലം പോലും പലപ്പോഴും മേടിക്കാതെ നമ്മുടെ വിജയകുമാർ മേനോൻ സാറ് അന്തരിച്ചു. എന്താ അറിയിപ്പ് കിട്ടി. ബറോഡയിലൊരു ചെറിയ കുട്ടീന്ന് ഇപ്പോൾ പറയാം, ഇപ്പം എത്തിയിരിക്കുന്ന പ്രായത്തിൽ ചെല്ലുന്ന സമയത്ത് ഇത്രയും സീനിയറായിട്ടുള്ളൊരു മാഷ്, വിജയകുമാർ മാഷ് എന്ന സ്റ്റുഡൻ്റാണ്. പെട്ടെന്ന് അന്ന് സംസാരിച്ച കാര്യങ്ങളും അന്നേ അദ്ദേഹം രോഗാതുരനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നതും വളരെ അപകടകരമായിട്ടുള്ള കെമിക്കൽസൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നിന്നിട്ട് പിന്നെ ഒരൊറ്റ ചാട്ടം ചാടി കല എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യത്തിലേക്ക് വരുന്നത് വളരെ അപൂർവമായിട്ടുള്ള ചില ജന്മങ്ങളെ ഉണ്ടാവുള്ളൂ. ഒരുപാട് നാളുകളായിട്ട് അദ്ദേഹം ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അദ്ദേഹം ഫ്രീ ആയി തുടരല്ലേ ഹരിഹര? എന്താ തുടരാം. കാരണം നമ്മൾ കല ചെയ്യുന്നവർക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്നൊരു കാര്യമാണ്
പരസ്പര പൂരകങ്ങളാണ് മരണവും ജീവനും. 9 രസങ്ങളിൽ ബീഭത്സം നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന നമ്മുടെ ഇരുട്ടിലേക്ക് ക്ഷണിക്കുന്നത്, ഇരുട്ടും വെളിച്ചത്തിന് ഒന്നിൻ്റെ മുകളിൽ ഒന്നും വെക്കാത്ത ഒരു പ്രത്യേക ഒരു പാഷനുള്ളൊരു ഭാവമുള്ളവരാണ് നമ്മളിവിടെ ഓരോരുത്തരും. അതുകൊണ്ട് മരണവാർത്തകളൊന്നും നമ്മളെ തളർത്തുകയല്ല ചെയ്യുന്നത്. കൂടുതൽ ശക്തിയോട് കൂടിയിട്ട് മിന്നാമിനുങ്ങ് പോലത്തെ ഈ ജീവന് ചിറക് വെപ്പിച്ചു അതിൻ്റെ സത്യങ്ങൾ പറഞ്ഞു നമ്മളിങ്ങനെ മുന്നോട്ട് പോകും. അതിൻ്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും എൻ്റെ ഓർഡറൊക്കെ തെറ്റുന്നുണ്ടെങ്കിൽ ഹരിഹരൻ പറഞ്ഞാൽ മതി. പക്ഷേ ഞാൻ എൻ്റെ സുഹൃത്തായ കൊളീഗായിട്ടുള്ള ഡോക്ടർ കവിത ബാലകൃഷ്ണനെ ക്ഷണിച്ചു. കുറേ കാര്യങ്ങൾ ഓർമ്മ വരണു, അതാ പ്രശ്നം. മാഷുകാരനാണ് ഞാൻ ആർട്ട് ഹിസ്റ്ററി പഠിക്കാൻ പോയത്. ഒരു ഘട്ടത്തിൽ 17 വയസ്സുള്ളപ്പോൾ, അല്ല, കലാചരിത്രം പഠിക്കാൻ പോയത് എൻ്റെ തീരുമാനം കൊണ്ട് തന്നെയാണ്. പക്ഷേ ആ തീരുമാനത്തിൽ ചില എക്സ്ക്യൂഷൻസ് ഉണ്ട്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റാതെ വരുന്ന കുറേ ഡൗട്ടൊക്കെ ഉണ്ട്. അപ്പോൾ മേനോൻ സാറ് എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നീ ആദ്യം തീരുമാനിക്കുക, നീ കലാകാരി ആവണോ കലാചരിത്രകാരി ആവണോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് രണ്ടും ഒന്നല്ലേ. അപ്പം മാഷ് പറഞ്ഞു അല്ല, നീ കലാചരിത്രം ചെയ്താൽ ഉള്ളിലെ കലാകാരിക്ക് എപ്പോഴും ഡൗട്ടായിരിക്കും. നിൻ്റെ കലയുടെ ഒരു ഉൽപാദനം എന്നൊക്കെ പറഞ്ഞ സംഭവമില്ല, അതായത് കല പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞ സംഗതി വളരെ കുറഞ്ഞു പോകും. നിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു യുക്തി കിടന്ന് പ്രവർത്തിക്കും. കുറേ കാര്യങ്ങൾ അലഞ്ഞു നടന്ന് കണ്ടുപിടിക്കേണ്ട ഒരു മേഖലയാണ്. പക്ഷേ ഈ അലച്ചിലൊന്നും നിനക്ക് ആസ്വദിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം ഇത് അക്കാഡമിക്സ് എന്ന് പറയുന്നത് കുറേ ഒക്കെ വളരെ വസ്തുനിഷ്ഠമായിട്ട് കാണേണ്ട കാര്യമാണ്. അപ്പം അന്ന് വസ്തുനിഷ്ഠതയെ പ്രശ്നവൽക്കരിക്കാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാ, വസ്തുനിഷ്ഠത ഉള്ള കാര്യമാണ്. എൻ്റെ ആവശ്യം അത് തന്നെയാണ്. എന്താണ് ആവശ്യം? ഞാൻ വരാം കേട്ടോ, ഹരിഹരൻ്റെ കാര്യത്തിലേക്ക് വരാം. ഒരു 10 മിനിറ്റ് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ വസ്തുനിഷ്ഠത എന്ന് പറഞ്ഞ സംഗതി മാഷ് പറഞ്ഞത് എനിക്കൊന്ന് ഇലാബറേറ്റ് ചെയ്യാൻ തോന്നുന്നു. അതായത് എൻ്റെ പ്രശ്നം അത് തന്നെയായിരുന്നു. കല നമ്മൾ ചെയ്യുന്നുണ്ട്. കല ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങളിൽ വളരെ ഫിസിക്കലായിട്ടാണ് അതിൻ്റെ എല്ലാം നടക്കുന്നത്. വർക്ക് ചെയ്യുമ്പോൾ കൈകൊണ്ട് ആൾ അമർത്തൽ, തേക്കൽ, ചില സമയത്ത് ചടഞ്ഞിരിക്കൽ, ആളുകളെ കാണുമ്പോൾ അവരോട് ഇടപെടൽ. ഞാൻ പണ്ടും ഈ പറഞ്ഞ മാതിരി ആളുകളോട് ഇടപെടുന്ന കാര്യത്തിൽ അന്നത്തെ നിലയിലുള്ള സാധാരണ ഒരു പെൺകുട്ടിയുടെ മാതിരി ആയിരുന്നില്ല. വലിയ അകലം പാലിക്കാൻ പ്രയാസമുള്ളതും കുറച്ച് കഴിയുമ്പോൾ ശരിയായിട്ടോ, അകലമൊക്കെ പാലിക്കാൻ പഠിച്ചു തുടങ്ങി. പക്ഷെ കുട്ടിയായിരുന്നപ്പോൾ ഒട്ടും അങ്ങനെ ആയിരുന്നില്ല. കണ്ട ചെളിയിലും മണ്ണിലും ഇരുന്ന് വരയ്ക്കാറുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു, എന്നെ സംബന്ധിച്ച് ഇത് വളരെ ഭൗതികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് പഠിക്കണം നല്ലതല്ലേ. അവസാനം മാഷ് പറഞ്ഞു, മോളെ നീ 17 വയസ്സിൽ പോണ്ട, കാരണം അടുത്തത് വന്നത് നീ അവിടെ നിലനിൽക്കില്ല. കാരണം അത് വളരെയധികം ബുദ്ധിമാന്മാരായിട്ടുള്ള മനുഷ്യന്മാർ വരുന്ന സ്ഥലമാണ്. നീ പതുക്കെ ഇതിന് പ്രിപ്പയർ ചെയ്തിട്ട് പോയാൽ മതി. അപ്പോൾ അച്ഛൻ ഇടപെട്ടു. അച്ഛൻ പറഞ്ഞു, എന്നാൽ 3 കൊല്ലം അവൾ ഡിഗ്രി പഠിക്കട്ടെ, എന്നിട്ട് പോവാം. അപ്പോൾ ഈ ഡിഗ്രി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു വിഷയമായിരുന്നില്ല. ആർട്ട് ഹിസ്റ്ററി തന്നെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ആ കാലങ്ങളിലൊക്കെ മാഷെ കണ്ടുകൊണ്ടിരുന്നു. മാഷ് എനിക്ക് തന്നൊരു വലിയ കാര്യം, ഒരു ആശയം എന്ന് പറയുന്നത്, അമൂർത്തമായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ വ്യക്തമാക്കാൻ കഴിയും എന്നൊരു മോഹം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷ നിങ്ങളിൽ തരുന്ന ഒരു വിഷയമാണ് കലാചരിത്രം എന്ന്. ആ കാര്യം എനിക്ക് ക്ലിയർ ആക്കി തന്ന 17-18 വയസ്സിൽ. പക്ഷെ അതിനൊപ്പം തന്നെ എനിക്ക് വേറെ ചില മനുഷ്യന്മാരുണ്ടായിരുന്നു, അങ്ങനെ ഒരിക്കലും വസ്തുനിഷ്ഠമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, നിൻ്റെ ഉള്ളിൽ അമൂർത്തതയായിട്ട് തന്നെ കാലങ്ങളോളം ഇരിക്കുമെന്ന് പറഞ്ഞ മനുഷ്യന്മാരുണ്ടായിരുന്നു. അവരും ഇതേപോലെ വലിയ മനുഷ്യന്മാരായിരുന്നു. ഗുരു നിത്യചൈതന്യയെ പോലെ മനുഷ്യൻ്റെ അടുത്ത് ഇടപെട്ടതിന് ശേഷം എനിക്ക് ഒരിക്കലും ഒരു കാര്യവും ത്തിൻ്റെയും വസ്തുനിഷ്ഠതയിലേക്ക് ആവശ്യത്തിൽ കവിഞ്ഞു പോകാൻ തോന്നാറുമില്ല. അപ്പം ഇത് ഇവരൊക്കെ അക്കാലത്ത് ഉണ്ടായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു സമയത്ത് എനിക്ക് കിട്ടിയ ഒരു വലിയ വഴികാട്ടിയാണ്. ഇപ്പം ഇന്ന് ഇത്രയും ഹാപ്പി ആയിട്ട് നമ്മൾ വന്ന് ഹരിഹരൻ്റെ ഒപ്പം ഇരിക്കാൻ നിൽക്കുമ്പോൾ, മാത്രമല്ല ഞാൻ വന്നത് കുറച്ച് മര്യാദയ്ക്ക് കുറച്ച് വർത്തമാനം പറയാനായിരുന്നു, പക്ഷെ എല്ലാം മനസ്സിൽ നിന്ന് പോയി.
ഭാഗ്യത്തിന് കുറച്ച് എഴുതിയിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഇതൊന്നും വായിക്കാൻ പറ്റിയ സമയമല്ല. ആണോ ഹരിഹര? വേണ്ട. അപ്പോൾ അത് എഴുതി പബ്ലിഷ് ചെയ്യുന്ന കാര്യമല്ലേ അതൊക്കെ. പിന്നെ പക്ഷെ ചുരുക്കി പറയാം, മാഷക്ക് അല്ല ബിജുകുമാർ മേനോൻ മാഷ് എന്നോട് പറഞ്ഞ ആ കാര്യമുണ്ടല്ലോ, ആ ഭൗതികമായിട്ടുള്ളൊരു അനുഭവം, കലയുടെ ഒരു ഫിസിക്കാലിറ്റി, അത് ആണ് ഹരിഹരൻ ഇവിടെ നമ്മുടെ മുമ്പിൽ മറ്റൊരു വിധത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ കലയിൽ എല്ലാവരും ശരീരത്തിനെ, ഹ്യൂമൻ ഫിഗറിനെ, ഹ്യൂമൻ അനാട്ടമി കലയുടെ അടിസ്ഥാനമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഇപ്പോഴുണ്ട്, ധാരാളമുണ്ട്. ഹ്യൂമൻ ബോഡി ഒരു മുഖ്യ കണ്ടംപററി ആർട്ടിലൊരു മുഖ്യ വിഷയമല്ലാതായി പോയിട്ട് കുറേ നാളുകളായി. പക്ഷേ ഹ്യൂമൻ ബോഡിയെ, പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ നൂഡ് എന്ന് പറഞ്ഞ സംഗതി, നൂഡ് സ്റ്റഡി കേരളത്തിലെ കോളേജ്, മറ്റെല്ലാ ഇന്ത്യയിലെ എല്ലാ കോളേജുകളിൽ നിന്നും മാറിപ്പോയിട്ടും കാലം കുറേയായി. പക്ഷേ വിദ്യാർത്ഥികൾ ചെയ്യുന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. സിലബസ് മാത്രമൊന്നല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ എന്നിട്ടും ഈ നൂഡിൻ്റെ ഒരു ലെഗസി നമ്മുടെ ഇടയിലുണ്ട്, ശക്തമായിട്ടുണ്ട്. പക്ഷേ ഈ നൂഡ് യഥാർത്ഥത്തിൽ എന്താണ്? കെന്നത്ത് ക്ലാർക്കൊക്കെ പറയും പോലെ നൂഡ് എന്ന് പറയുന്നത് ഒരു ആദർശ ശരീരമാണ്. നെയ്ക്കഡ്നെസ് എന്ന് പറയുന്നത് ഒരു എംബാരസ്മെൻറ്റിൻ്റെ അഥവാ റിയാലിറ്റിയുടെ ശരീരമാണ്. അപ്പോൾ നെയ്ക്കഡ്നെസ് നമുക്ക് തരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് സംസ്കാരമാണ്, കൾച്ചറൽ ആയിട്ടുള്ള പോയിന്റേഴ്സാണ് നമുക്ക് എംബാരസ്മെൻറ്റ് തരുന്നത്. അപ്പോൾ ഈ രണ്ട് വശങ്ങൾ, ഒരു നൂഡും നെയ്ക്കഡ്നെസ്സും കൂടിയിട്ടാണ് നമ്മുടെ ഉള്ളിലെ എല്ലാ വികാര വിചാരങ്ങളെയും പിന്നെ എന്താണ് ധാർമ്മികമായിട്ടുള്ള ചിന്തകളെയും ഒക്കെ. ഇപ്പോൾ എൻഡോസൾഫാൻ ഫോട്ടോഗ്രാഫ്സ് നമ്മുടെ ഉള്ളിൽ വളരെ ശക്തമായി പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ഒരു ബീഭത്സതയുടെ മറ്റൊരു റിയൽ മുഖം, നിങ്ങൾക്ക് ഒരിക്കലും എസ്തറ്റിസൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു മുഖം, അത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചിരുന്നു. പക്ഷെ അപ്പോഴും അതിന് കലയുടേതുപോലെയുള്ള ഒരു ആക്സെപ്റ്റൻസ് അല്ല, മറിച്ച് അത് വേറൊരു വഴിക്കാണ് പോകുന്നത്. അതിലും ഈ റിയൽ ആൻഡ് ഐഡിയൽ, ഇത് രണ്ടും തമ്മിലുള്ള ശരീരത്തെ ഈ രണ്ട് വഴിക്ക് മാത്രം കാണാൻ ശ്രമിക്കുന്ന ഒരു മനസ്സാണ് നമുക്ക് പൊതുവേ ഉള്ളത്. അപ്പോൾ ഒന്നിലോ റിയൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഐഡിയൽ ആയിരിക്കാം. റിയൽ ആവുക നമ്മളെപ്പോഴാണ്? നമ്മളെല്ലാവരും റിയൽ ആവുന്ന സമയം എന്ന് വെച്ചാൽ നമ്മുടെ പ്രൈവസിയാണ്. പ്രൈവസി എപ്പോഴാണ്? ഇൻറ്റിമസി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അതിരിക്കുന്നത്. നമ്മൾ സ്ത്രീകൾ റോഡിലിറങ്ങിയാലും അങ്ങനെയുള്ളവരുണ്ട്, പ്രൈവസിയെക്കുറിച്ച് ഭയമുള്ള അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സ്ത്രീ ജീവിതത്തിൻ്റെ കഥ വേറെയാണ്. അതുപോട്ടെ. അപ്പോൾ ഹ്യൂമൻ ബോഡി കവർ ചെയ്ത് വെച്ചിരിക്കുന്നതും തുറന്നു വെച്ചിരിക്കുന്നതുമാണ് നമ്മുടെ പ്രശ്നങ്ങൾ. ഇതിനിടയ്ക്ക് ഈ ബോഡിക്ക് അകത്തേക്ക് നോക്കുന്ന സന്ദർഭങ്ങൾ, നമ്മൾ ഈ ബോഡിയെ നന്നായി ഒന്ന് ഒബ്സർവ് ചെയ്യുക എപ്പോഴാണ്? പലപ്പോഴും ഞാൻ നേരത്തെ അവരോട് ഇതിൽ പറഞ്ഞ പോലെ കാമാവേശിതമാകുമ്പോൾ നമ്മൾ ബോഡിയെ വളരെയധികം ശ്രദ്ധിക്കും. എന്തെന്നിൽ സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയാത്തവന് കാമം അനുഭവിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ എന്നിൽ എന്ത് സംഭവിക്കുന്നു, എൻ്റെ ഓരോ ശരീരത്തിൻ്റെ ഓരോ ചെറിയ സ്ലിറ്റിലും സംഭവിക്കുന്നത് എന്താണ്, ചെറിയ കുമിളയിൽ സംഭവിക്കുന്നത് എന്താണ്, ശരീരത്തിലെ ദ്രവങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇങ്ങനെ 100,000 കാര്യങ്ങൾ നമ്മൾ സെൻസിറ്റീവ് ആവുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നും നമ്മളങ്ങനെ സെൻസിറ്റീവ് ആവില്ല. നമ്മളത് സെൻസിറ്റീവ് ആക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് കാമം. അതിൻ്റെ വേറൊരു വലിയ പ്രക്രിയയാണ്, എവിടെയെങ്കിലും പഴുത്താൽ പിന്നെ നമ്മൾ അത് തന്നെ മാന്തിക്കൊണ്ടിരിക്കും, നമ്മൾ ആ സ്ഥലം മാത്രം നോക്കിക്കൊണ്ടിരിക്കും. എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം നമുക്ക് വന്നാൽ ആ വശം മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ശരീരം നമുക്ക് തരുന്ന ശരീരം എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ എക്സ്പീരിയൻസിനെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അതായി തന്നെ അതിൻ്റെ ഐഡിയലോ റിയലോ അല്ലാത്ത വ്യാഖ്യാനാത്മകമല്ലാത്തൊരു സിറ്റുവേഷനിൽ നമുക്ക് ശരീരത്തെ കാണണമെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ ഈ കാമത്തിൻ്റെ അവസ്ഥയ്ക്കുള്ള എല്ലാ സാഹചര്യങ്ങളെയും നമ്മൾ അടച്ചു കളയുന്ന പ്രണയം കൊണ്ടാണ്. പ്രണയം എന്ന് പറയുന്നത് ഭയങ്കര പുരുഷാധിപത്യപരമായിട്ടുള്ള കാര്യമാവുന്നത് അതുകൊണ്ടാണ്. അത് ഭയങ്കര സ്ട്രക്ചറൽ സാധനമാവുന്നത് അതുകൊണ്ടാണ്. ആ സ്ട്രക്ചറൽ ആയിട്ടുള്ള എല്ലാ ഘടകങ്ങളും, സൗന്ദര്യത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഒക്കെ സ്ട്രക്ചേഴ്സ് നിങ്ങൾ വസ്ത്രം പോലും ഊരി അഴിച്ചു വെച്ചാൽ ഒരു പക്ഷേ എന്തുകൊണ്ടാണ് ഹരിഹരൻ ഇങ്ങനെ ചെയ്യണേന്ന് എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ രണ്ട് തുണികളും നമ്മൾ, സംസ്കാരത്തിൻ്റെ തുണിയും പിന്നെ പ്രണയത്തിൻ്റെ തുണി, അത്തരം സൗന്ദര്യത്തിൻ്റെ ചരിത്രം, നമ്മുടെ എസ്തെറ്റിക്സിൻ്റെ തുണി, ഇതൊക്കെ ഊരിക്കളയാം. അപ്പോൾ ഹരിഹരൻ്റെ വർക്കിൽ എസ്തെറ്റിക്സ് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഹരിഹരൻ അത് നേടുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം ടെക്നിക്കൽ ആയിട്ടുള്ള നമ്മളുടെ ആസ്വാദനത്തിന് നമ്മൾ ശീലിച്ചു വെച്ചിട്ടുള്ള പ്ലേറ്റോണിക് ഐഡിയാസൊക്കെ ഊരിക്കളയുകയും ഒരു വർക്ക് ഓഫ് ആർട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ഫ്രെയിമിങ്, അതിൻ്റെ ക്ലോസപ്പ് ആയിട്ടുള്ള ഫ്രെയിമിങ്,
അതുപോലെ അതിനകത്തുള്ള പ്രൈവസിയുടെ ഘടകങ്ങളെല്ലാം നിങ്ങൾ മാറ്റിക്കളയുക. അതെങ്ങനെ മാറ്റിക്കളയെന്ന് വെച്ചാൽ നമുക്ക് ഒരു പക്ഷേ ഇങ്ങനെ പറയാം, അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്ന മോഡലിനോട് ഒരു വാക്ക് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യില്ല എന്നുള്ളത്. പക്ഷെ അതൊന്നുമല്ല. ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യായ്മ എന്ന് പറയുന്നതിന് ഹരിഹരൻ മറ്റൊരു അഡീഷണൽ ഗുണമായിട്ടാണ് എടുത്തിരിക്കുന്നത് ഈ ചിത്രത്തിൽ. കാരണം അത് വെളിപ്പെടുത്തിയാൽ ഉടനെ കഥ വരും. ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടി ആണ് ഹരിഹരൻ ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീക്ക് കൊടുത്ത വാക്കല്ല, ആ മോഡലിന് കൊടുത്ത വാക്കല്ല. സത്യത്തിൽ അദ്ദേഹം ആർട്ടിസ്റ്റിൻ്റെ പണിയാണ് ചെയ്തത്. ആർട്ടിസ്റ്റിന് ആവശ്യമുണ്ടേ ഈ പറയുന്ന ഐഡിയൽ പരിവേഷമൊക്കെ അഴിച്ചു കളയണമെന്ന്. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി ആ ഒരു അനുഭവം. നമുക്കത് മനസ്സിലാവും കണ്ടു കഴിഞ്ഞാൽ. മറ്റൊന്ന്, ഇതിനകത്ത് ഈ ബോഡിയെ ഇത്തരം ആവരണങ്ങളൊക്കെ അഴിച്ചു കളഞ്ഞിട്ട് പിന്നെ എന്താ കാണുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ ഓരോ ഭാഗത്തും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. നഖത്തിൻ്റെ പൊളിഞ്ഞു നിൽക്കുന്ന ഭാഗം, ശരീരത്തിൻ്റെ സ്ട്രെച്ച് മാർക്ക്, ശരീരത്തിൻ്റെ തുടുപ്പ്. ആ തുടുപ്പ് ശരിക്കും പറഞ്ഞ ഒരു ബലൂൺ പോലെയോ അല്ലെങ്കിൽ ഒരു 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 കരിങ്കല്ലൊക്കെ ഇങ്ങനെ ഭയങ്കര രസകരമായിട്ട് ഇങ്ങനെ, ഇപ്പം നമ്മുടെ എൻവയോൺമെൻറ്റ്സിൻ്റെ ആ ശില്പമൊക്കെ ഉള്ളമായിട്ട് ഇങ്ങനെ വളരെ സോഫ്റ്റായിട്ട് ഇങ്ങനെ പോളിഷ് ചെയ്ത് എടുത്താൽ എങ്ങനെയിരിക്കും ഒരു കരിങ്കല്ല്. അതിലും നമുക്ക് കല്ല് അനുഭവിക്കാം, പോളിഷും അനുഭവിക്കാം. ഇതേ മട്ടിൽ ശരീരത്തിൻ്റെ ആ ഉരുൾച്ച, ഒരു തടിയുള്ള ഒരു സ്ത്രീയുടെ തടി ശരീരത്തെ നിങ്ങളെങ്ങനെ അനുഭവിക്കാം എന്നുള്ളത്. പക്ഷെ ഇതിലൊന്നും ഒരു ജെൻഡറില്ല, ഒരു ജെൻഡേർഡ് അല്ലത്. ഇത് ഒരു സ്ത്രീയുടെ ശരീരമാണെന്നുള്ളത് നമ്മളെ ബാധിക്കുന്നതേ ഇല്ല. ഇതൊരു പുരുഷൻ്റെ ശരീരം ആവാനും സാധ്യതയില്ലാതില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഹരിഹരൻ പറ്റിച്ചതാണോ എന്ന് നമുക്കറിയില്ല. ഒരു പുരുഷ ശരീരത്തിനും ഇതേപോലെയുള്ള തുടുപ്പുള്ള ശരീരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പലരിലും ഇതുണ്ടാവാം. നമ്മുടെ റോബർട്ട് മേപ്പിൾ തോപ്പിൻ്റെ ചില വളരെ ലിംഗപരമായ സജഷൻസ് ഉള്ള ചിത്രങ്ങളിലും ആ കൈൻ്റെയൊക്കെ മടക്കുകളാണ് കാണാൻ രസം ശരിക്ക്. അല്ലാതെ വളരെ ഫാലിക് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ചെയ്ത് വെച്ചിട്ട്, വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കോമ്പോസിഷൻ ചെയ്ത് വെച്ചിട്ട്. കാരണം അദ്ദേഹമൊക്കെ യുദ്ധം ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ ഐഡിയൽ സമൂഹത്തോടാണ്. ഇറോട്ടിക് ആവാൻ ഒരു പുരുഷൻ എത്രത്തോളം പറ്റും എന്നുള്ളതാണ് ചോദ്യം. ഒരു പുരുഷൻ ഇത്ര വൾണറബിൾ ആയിട്ട് കാണിക്കാൻ പാടുണ്ടോ? അതിന് ബ്യൂട്ടി ഉണ്ടോ? ഇല്ല. പുരുഷൻ വൾണറബിൾ ആയാൽ നമുക്ക് ബ്യൂട്ടി ഇല്ല എന്നാ പറയാ. പക്ഷെ സ്ത്രീകളോട് അത് നിങ്ങളാരും ചോദിക്കുന്നില്ല, അതാണ് പ്രശ്നം. സ്ത്രീകളോട് ശരിക്കും ചോദിച്ചെങ്കിൽ ഉത്തരം കിട്ടുമായിരുന്നു. ഈ സമൂഹം ആരും സ്ത്രീകളോട് അതേപ്പറ്റി ചോദിക്കുന്നില്ലല്ലോ. എന്തായാലും പുരുഷന്മാരായിട്ടുള്ള ആളുകൾ പലപ്പോഴും സ്ത്രീകളുടെ വൾണറബിലിറ്റിയെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുരുഷൻ്റെ തന്നെ സ്വന്തം വൾണറബിലിറ്റിയെ വർക്ക് ചെയ്തെടുക്കുക എന്നുള്ളൊരു വലിയ പൊളിറ്റിക്കൽ പണി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ ആലോചിച്ച് നോക്കുന്നത് അതൊന്നല്ല ഇപ്പോൾ ഇവിടുത്തെ ഹരിഹരൻ്റെ ഇഷ്യൂ. ഈ ഇഷ്യൂവിൽ വരുമ്പോൾ അതൊരു അത്തരം വലിയ നെററ്റീവുകളെ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിനെ മറികടക്കുന്ന ഒരു ട്രാൻസ് ഹ്യൂമൻ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. തിയററ്റിക്കലി അത് ശരിയാവോ അതൊക്കെ ആലോചിച്ച് നോക്കണം. നേരത്തെ മേനോൻ സാറ് പറയുന്ന പോലെ നമ്മുടെ ഉള്ളിലെ പലതും പറയാനുള്ള ധൈര്യത്തെ കളയുന്നതും ഈ കലാചരിത്രം പഠിപ്പ് തന്നെ ആവും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് ഞാൻ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രയാസം മാറിയിട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ മരിക്കും, അപ്പോൾ പിന്നെ അതിനെപ്പറ്റി ആലോചിക്കണ്ട. പക്ഷെ തുടക്കത്തിൽ ഞാൻ പെട്ടെന്ന് ആ 17 വയസ്സിൽ അച്ഛനും കൊണ്ട് പോയ സമയം ഓർമ്മ വന്നു, അതുകൊണ്ടാണ്. പക്ഷെ മാഷ് തന്നിട്ടുള്ള ആ ഓർമ്മ വെച്ചിട്ട് തന്നെയാണ് ഇന്നും ഞാൻ സംസാരിക്കുന്നത്. ഈ വസ്തുനിഷ്ഠത, ഈ ഒരു ക്രോസിങ് ബിയോണ്ട് ഓൾ ദീസ് ഹ്യൂമനിസ്റ്റ് നെറേറ്റീവ്സ്. ഈ ഹ്യൂമനിസ്റ്റ് നെറേറ്റീവ്സിനെ ക്രോസ് ചെയ്യണേനെ നമ്മൾ എന്ത് വിളിക്കണം എന്ന് എനിക്കറിയില്ല. ട്രാൻസ് ഹ്യൂമൻ എന്ന് വിളിക്കാം. അങ്ങനത്തെ തിയറീസ് എങ്ങനെയാണ് അതിനെ കൊണ്ടുവരുന്നത് എന്നുള്ളത് വേറെ ചോദ്യം, നമുക്കത് ആലോചിക്കാം. അത് ക്രിട്ടിക്കലായിട്ടുള്ള ഡിബേറ്റ്സിന് ഓപ്പൺ ആക്കാം. പക്ഷെ അതങ്ങനെ എന്തെങ്കിലും ഒരു ടാഗ് ഉപയോഗിച്ചാൽ ഹരിഹരൻ്റെ ചിത്രം മനസ്സിലാവുള്ളൂ എന്നൊന്നുമില്ല, അത് ഉപയോഗിക്കാൻ വേണ്ട. പക്ഷെ ഞാനിത് പറയുന്നത് കാരണം ഇത്രയും നെററ്റീവ്സ്, ഈ പ്ലേറ്റോണിക് ആയിട്ട് ശരീരത്തെ കാണാനുള്ള നമ്മുടെ ശീലം കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടിരിക്കുന്ന കുറേ നെററ്റീവ്സ് ശരീരത്തെ ശരിക്കും കാണാനുള്ള കപ്പാസിറ്റി നമ്മളുടെ കുറച്ച് കളഞ്ഞിട്ടുണ്ട്. ആ കപ്പാസിറ്റിയെ റീജനറേറ്റ് ചെയ്ത് പുറത്തേക്ക് എടുക്കാൻ അദ്ദേഹം അതിൻ്റേതായിട്ടുള്ള ചില പിക്ടോറിയൽ ഡിവൈസസ്, ആർട്ടിസ്റ്റിക് ഡിവൈസസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഡെവലപ്പ് ചെയ്ത ഡിവൈസസിനെ ഏതെങ്കിലും ഒരു ഡിസ്കോഴ്സിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, പക്ഷെ അതിനൊരു ഡിസ്കോഴ്സ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അത്ര എനിക്കറിയാം. അതിനൊരു പേരിട്ട് വിളിക്കണോ അത് വേറെ കാര്യം. അപ്പോൾ ഈ ഹ്യൂമനിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചരിത്രത്തിൻ്റെ മുമ്പിൽ ഒരു ക്രോസിങ് ദ ബോർഡേഴ്സ്, ആ ഒരു സംഗതി ഹരിഹരനിലുണ്ട്. അതെക്കാലവും ഇനി മുന്നോട്ടും ഹരിഹരൻ്റെ വർക്കിന് പുതിയ പെർസ്പെക്റ്റീവ്സ് കണ്ടെത്താൻ സഹായിക്കട്ടെ. അത്രമാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ. ഇനി അടുത്തതായി ഹരിഹരൻ്റെ പുസ്തകം
എന്തു കാറ്റലോഗ് ദ ബാർബിക്യൂ റിപ്പബ്ലിക്. ഇത് ഉണ്ണിയേട്ടൻ എടുത്ത് വിവേക് വിലാസിലേക്ക് കൈമാറുക. പ്രിയപ്പെട്ടവരെ, ഉദ്ഘാടകനും നിശബ്ദനായി ഇരുന്ന് ഉദ്ഘാടനം നിർവഹിക്കാമെന്നാണ് വിചാരിച്ചത്. എനിക്ക് ചിത്രകലയുടെ ഭാഷ എത്ര കണ്ട് പരിചിതമാണ് എന്നറിയില്ല. എനിക്ക് പരിചയമുള്ളൊരു ഭാഷയിൽ, സാഹിത്യത്തിൻ്റെ ഭാഷയിലാണ് ഞാൻ എൻ്റെ അനുഭവം, ഈ ചിത്രങ്ങളുടെ അനുഭവം നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. അത് ക്ഷമിക്കണം, എൻ്റെ ഒരു ശീലം കൊണ്ടാണ്. എനിക്ക് എന്ത് കണ്ടാലും അതിൻ്റെ ഒരു പ്രതിഫലനം മനസ്സിലുണ്ടാവുക കവിതയുടെ രൂപത്തിലാണ്. ഇതിലാദ്യം റെക്വിം എന്ന് പറയുന്ന ആ വാക്ക് ഒരുപക്ഷെ കവിതയിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു പ്രേരണ കൂടി ആയിരിക്കും. ഈ ചിത്ര പ്രദർശനത്തിൻ്റെ, ഈ ഫോട്ടോ പ്രദർശനത്തിൻ്റെ പേര് തന്നെ റെക്വിം ഫോർ ദ ഫ്ലഷ് എന്ന് പറയുമ്പോൾ ആ ആദ്യത്തെ പദം തന്നെ അങ്ങനെ കൊണ്ടുപോകും. കാരണം അത് സംഗീതവുമായി ബന്ധപ്പെട്ട ഒരു പദം എന്ന പോലെ തന്നെ കവിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദം ആണ്. മാത്രമല്ല ഈ ചിത്രങ്ങളായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദം കൂടിയാണ്. എനിക്ക് ഓർമ്മ വന്ന 2-3 കവിതകൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം. ആദ്യത്തെ കവിത പ്രിൽക്കെയുടെ ഡ്യൂനോലജീസ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള കവിതയാണ്. ഒരു പക്ഷേ ഈസ്തെറ്റിക്സ് എന്നിപ്പോൾ നമ്മളിപ്പോഴും സംസാരിക്കുമ്പോൾ അത് മറ്റ് വികാരങ്ങളിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ടെറർ പോലെയുള്ള ഒരു സാധനം അതല്ല എന്നുള്ളൊരു തോന്നൽ പൊതുബോധത്തിലുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ സാഹിത്യത്തിനെ സംബന്ധിച്ചിടത്തോളം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ അത് തകർന്നു പോയൊരു സങ്കല്പമാണെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ എവിടെയോ അത് കിടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കലകളിൽ ഈ റൊമാൻറ്റിസിസം വളരെ ശക്തിയായ ഒരു സംഗതിയായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. കവിത ആയിക്കൊള്ളട്ടെ, മറ്റേത് കലയായിക്കൊള്ളട്ടെ, ഏറ്റവും ആഴത്തിൽ റൊമാൻറ്റിസിസത്തിൻ്റെ ഒരു ട്യൂൺ ഇടാതെ കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഭേദിച്ച ചില കവിതകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഈ ഡ്യൂണോലജീസിലെ ആദ്യത്തെ എലജിയിൽ ഇയാൾ പറയുന്നത്, ഈ ആഖ്യാതാവ് പറയുന്നത്, ഇപ്പം ഞാൻ നിലവിളിക്കുകയാണെങ്കിൽ ഈ മാലാഖമാരിൽ ആരാണ്, ഈ മാലാഖമാരുടെ ശ്രേണികളിൽ ആരെന്നെ കേൾക്കുന്നതാണ് ആദ്യത്തെ ചോദ്യം. ഈ ചോദ്യം ഒരുപക്ഷെ പൊതുവിൽ സാഹിത്യ ഭാഷയെ പറ്റിയുള്ള, പ്രത്യേകിച്ച് ഫിക്ഷൻ്റെ ഒരു നരേഷനെ പറ്റിയുള്ള ഒരു സംഗതിയെ തന്നെ പൊളിക്കുന്നതാണ്. ഫിക്ഷൻ്റെ എപ്പോഴും മലയാളത്തിൽ പ്രത്യേകിച്ചുള്ളത് നിങ്ങൾ പതുക്കെ തുടങ്ങാൻ പാടുള്ളൂ. ഒരു ഗദ്യാഖ്യാനം എപ്പോഴും ഏറ്റവും പതിഞ്ഞ സ്വരത്തിൽ തുടങ്ങാൻ പാടുള്ളൂ. ആൾക്കാരൊക്കെ പതിഞ്ഞ മനുഷ്യരാണ്. അവരെ കൈപിടിച്ച് മാത്രമേ നിങ്ങൾക്ക് ഒരു ഉൾക്കടതയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാണ് ഒരു സാഹിത്യത്തിൻ്റെ ഒരു നരേറ്റീവിനെ പറ്റിയുള്ള ഒരു പൊതുബോധം. ഇത് പൊളിച്ച ഒരു പുസ്തകം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആണ്. ഉംബർട്ടോ പറയുന്നത് ഇടിമിന്നലിൻ്റെ പോലത്തെ ആദ്യ വാചകം കണ്ടിട്ടുള്ള ഒരു പുസ്തകം അതാണ്. യൂറോപ്പിന് ഒരു ഭൂതം പിടികൂടിയിരിക്കുന്നു എന്ന് പറയുന്നത് അതായത് ബീതോവൻ്റെ സിംഫണിയിലൊക്കെയുള്ള ഉച്ചസ്ഥായിയിൽ നിന്ന് തുടങ്ങുന്ന ഒരു പുസ്തകം അതായിട്ട് പറയുന്നുണ്ട്. ശൈലിയെ പറ്റിയിട്ടാണ് ഉംബർട്ടോ പറയുന്നത്, അതിൻ്റെ രാഷ്ട്രീയത്തെ പറ്റിയല്ല, മറിച്ച് പുസ്തകങ്ങളുടെ ശൈലിയെ പറ്റി പറയുമ്പോൾ അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇടിമിന്നൽ പോലെ തുടങ്ങുന്ന ഒരു കവിതയാണ് ഈ ഡ്യൂണോലജീസ്. മാലാഖമാർ, ഞാനിപ്പോൾ പൊട്ടിക്കരയാണെങ്കിൽ മാലാഖമാരുടെ ശ്രേണികളിൽ ആരെന്നെ കേൾക്കും, ആര് വന്ന് എന്നെ മാറോടണയ്ക്കും, ബ്യൂട്ടി ഈസ് നത്തിങ് ബട്ട് ദ ബിഗിനിങ് ഓഫ് ദ ടെറർ എന്ന് പറയുന്ന ഒരു വാചകം അവിടെ കുറിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ പറയുന്ന സൗന്ദര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അത് ഒരു ടെററിൻ്റെ തുടക്കമാണെന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇത് തന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ എയ്ഡ്സിൽ വരുമ്പോൾ, സെക്കൻഡ് കമ്മിങ്ങും അതുപോലെ തന്നെ ഈസ്റ്റർ 1916 വരുമ്പോൾ ഇത് തന്നെ സംഭവിക്കുന്നുണ്ട്. ബെസ്റ്റ് ലാക്ക് ഓൾ കൺവിക്ഷൻ ആൻഡ് ദ വെസ്റ്റ് ഈസ് ഫുൾ ഓഫ് പാഷനേറ്റ് ഇൻറ്റൻസിറ്റി എന്നൊക്കെ പറയുമ്പോൾ നല്ല മനുഷ്യർക്ക് കൺവിക്ഷൻ നഷ്ടപ്പെടുകയും ഏറ്റവും ചീത്ത മനുഷ്യർ മുഴുവൻ ഉൾക്കടതയോടുകൂടി നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്ന ഒരു കാലത്തിനെ പ്രവചിക്കുന്നുണ്ട്. അതിലും
പറയുന്നുണ്ട്, ഈ ടെററിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ടെറർ എന്ന് പറയുന്ന ഒരു സംഗതി ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് വേറെ പുറത്തൊന്നും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റില്ല. അത് പെയിൻ, ടെറർ, ടോർച്ചർ ഇതൊക്കെ നമുക്ക് ബോഡിയിൽ തന്നെ അനുഭവിക്കാൻ പറ്റുള്ളൂ, ശരീരത്തിൽ തന്നെ അനുഭവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ആത്യന്തികമായ ഒരു അറിവ് ഈ കവിതകൾ തരുന്നുണ്ട്. ഇത് മിക്കവാറും നമ്മൾ വായിക്കുന്നത് ബോഡിക്ക് പുറത്തു വെച്ചിട്ടാണ്, ശരീരത്തിന് പുറത്തു വെച്ചാണ് വായിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്നത്. പക്ഷെ ശരീരത്തിൽ വെച്ച് ഈ കവിതകൾ വായിക്കുമ്പോൾ അത് മറ്റൊന്നായി തീരുന്നു. മലയാളത്തിലെ വളരെ കുറച്ച് ആൾക്കാർ വായിച്ചിട്ടുള്ള ഒരു കവിയുണ്ട്, കെ എ ജയശീലൻ എന്ന് പറയുന്ന കവിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ പാവം പൂവുകളാൽ പൊട്ടിച്ചിരിക്കുന്ന അതേപടി ചെടിയിൽ നിന്നും വേർപെട്ട കമ്പ് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനെ ഉദ്ഘാടനത്തിനൊക്കെ വരുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു മേശ ഇട്ടിട്ടുണ്ടാവും, ഈ മേശയുടെ പുറത്ത് ഒരു വിരി വിരിച്ചിട്ടുണ്ടാവും, ഈ വിരി വിരിച്ചതിൽ ഒരു ഫ്ലവർ വേസ് ഉണ്ടാവും. ഈ ഫ്ലവർ വേസിൽ ഈ പ്ലാസ്റ്റിക് പൂവുകൾ വെക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ചെടിയിൽ നിന്ന് മുറിച്ചെടുത്ത ഒരു കമ്പ് വെച്ചിട്ടുണ്ടാവും. ഈ കമ്പിൻ്റെ അറ്റത്ത് ഈ പൊട്ടിച്ചിരിച്ചൊരു പൂവ് നിൽക്കുന്നുണ്ടാവും. ഈ പൂവ് അറിഞ്ഞിട്ടില്ല അത് ചെടിയിൽ നിന്ന്, അതിൻ്റെ സമൂഹ ശരീരത്തിൽ നിന്ന് വേർപെട്ടു എന്ന് അറിഞ്ഞിട്ടില്ല. അത് അറിഞ്ഞു വരുമ്പോൾ ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞു പോയി കുറേ കഴിയുമ്പോഴാണ് ഇത് വാടാൻ തുടങ്ങുക. എന്ന് പറഞ്ഞാൽ അറിവ് എത്ര പതുക്കനെയാണ് വിച്ഛേദിക്കപ്പെട്ട ഒരു സ്ഥലത്ത് ട്രാവൽ ചെയ്യുന്നത്, സഞ്ചരിക്കുന്നതെന്ന് പറയുന്ന ഈ നടുക്കം ഭീകരാണ്. നമ്മൾ എവിടെ നിന്നൊക്കെ നമ്മളെ വെട്ടിമാറ്റിയിട്ടുണ്ടോ, എവിടെ നിന്നൊക്കെ നമ്മൾ ഛേദിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ആ നിമിഷം അറിയുന്നേ ഇല്ല. നമ്മൾ പൊട്ടിച്ചിരിച്ച് ഇങ്ങനെ നിൽക്കും. നമ്മുടെ മുഖം ഈ ചിരിയുടെ അല്ലെങ്കിൽ ഈ പൂവിനെ പോലെ ഇങ്ങനെ ചിരിച്ച് നിൽക്കും. അറിവ് പതുക്കെ 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 ഈ നമ്മൾ എത്തുമ്പോഴേക്കും ലോകം വേറെ വഴിക്ക് പിരിഞ്ഞു പോയിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു കവിതയിൽ പറയുന്നുണ്ട്, നമ്മളുടെ ഞരമ്പ് പടലങ്ങളുടെ വിന്യാസം നമ്മുടെ വിരൽത്തുമ്പിൽ അവസാനിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ നിദാനം എന്ന് പറയുന്നുണ്ട്. എൻ്റെ ഈ വിരലിൽ നിന്നാണ് കവിതയുടെ വിരൽ തുടങ്ങുന്നതെങ്കിൽ, കവിതയുടെ വിരൽത്തുമ്പിൽ നിന്നാണ് വിവേക് വിലാസിനോട് ഉടൽ തുടങ്ങുന്നതെങ്കിൽ, നമ്മളെല്ലാം ഒരു ശരീരമായി ബന്ധിക്കപ്പെട്ടിരുന്നെങ്കിൽ എനിക്കൊരടി കൊണ്ടാൽ ലോകം മുഴുവൻ കരയുമായിരുന്നു. അപ്പോൾ എൻ്റെ ഞരമ്പ് പടലങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഞരമ്പ് പടലങ്ങളിലേക്ക് ഈ ഒരു ഗ്യാപ്പിനെ ഏതെങ്കിലും ഒരു ബ്രിഡ്ജ് വെച്ചിട്ട്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാലം വെച്ചിട്ട് പരിഹരിച്ചിട്ടാണ് ഇത്രയും കാലം നമ്മൾ അത് മറികടന്നിരുന്നത്. അത് ആർട്ടാവാം, മറ്റു തരത്തിലുള്ള ചിലപ്പം ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാവാം, അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസം ഉൽപ്പാദിപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സംഗതികളാവാം. ഈ എല്ലാത്തിൻ്റെ ഉള്ളിലും എൻ്റെ ഈ വിരൽത്തുമ്പിൽ അവസാനിച്ച ഞരമ്പ് പടലത്തിൽ നിന്ന് നിങ്ങളുടെ വിരൽത്തുമ്പിൽ അവസാനിക്കുന്ന ഞരമ്പ് പടലത്തിലേക്ക് ഞരമ്പല്ലാതെ തന്നെ ഭാഷ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കലയുടെ മറ്റേതെങ്കിലും സങ്കേതം ഉപയോഗിച്ചിട്ടോ പാലം വെട്ടിയിരുന്നു. ഈ പാലം മുറിഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ള ആ സോളിറ്റ്യൂഡ് എന്ന് പറയുന്ന ആശയം ഈ ചിത്രങ്ങളിൽ മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. ആ സോളിറ്റ്യൂഡ് നമുക്ക് പരിചയമുള്ള ഏകാന്തപതികൻ ഞാൻ എന്ന് പറയുന്ന പാട്ടിലുള്ള ഏകാന്തതയല്ല അത്. ആ ഏകാന്തതയല്ല, മറിച്ച് ഈ ഒറ്റയ്ക്കായി പോവുക എന്ന് പറയുന്ന മനുഷ്യാത്മാവിൻ്റെ, അപ്പം അത് ഉപയോഗിച്ചോട്ടെ, മനുഷ്യാത്മാവിൻ്റെ ഒറ്റയ്ക്കായി പോവുക എന്ന് പറയുന്ന ഒരാൾ മാത്രം, വംശത്തിൽ ഒരാൾ മാത്രം ശേഷിക്കുന്ന പോലെ ഒരാളായി തീരുക എന്ന് പറയുന്ന ഒരു വലിയ ടെറർ ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഉണ്ട്. അതിന് ചുറ്റുമുള്ള ലോകം ഈ പറയുന്ന ടോർച്ചറസ് ആയിട്ടുള്ള ഭീകരമായിട്ടുള്ളൊരു ലോകമാണ്. അത് 1000 കാഫ്കമാർ സ്വപ്നം കണ്ടിട്ടുള്ള ആ ടെററാണ്. ഒരു പക്ഷേ ഇത് ഈ ഒരു ബോധം എന്തുകൊണ്ടോ നമ്മുടെ ഉള്ളിൽ കൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടോ അതിന് ഉത്തരം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വൈദ്യരാകുക എന്നുള്ളതല്ല നമുക്ക് ഒരു ആർട്ട് ഇക്കാലത്ത് ചെയ്യേണ്ടത്. കാരണം നമുക്ക് പരിചയമുള്ള ഒരു മരുന്ന് കൊണ്ടും ഗ്രിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ലോകത്ത് മുഴുവൻ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് ഇത് ഗ്രിപ്പ് ചെയ്യാൻ, ഞാനിത് കണ്ടുപിടിച്ചു എന്ന് ആശ്വസിക്കാമായിരുന്നു. അതില്ല. മറിച്ച് ടോർച്ചർ ഈസ് ദർ, അത് അവിടെ ഉണ്ട്. പെയിൻ ഈസ് ദർ, അത് അവിടെ ഉണ്ട്. ട്രോമ ഈസ് ദർ, ഒക്കെ അവിടെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ആർട്ട് അതിൻ്റേതായിട്ടുള്ള അനിഷേധ്യമായ ഒരു എക്സ്പ്രഷൻ നടത്തുന്നുമുണ്ട്.
നന്ദി ഹരിഹരൻ. വിജയകുമാർ മേനോൻ മാഷിന് ഈ മുഹൂർത്തം സന്തോഷമായിരിക്കട്ടെ. നന്ദി. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം വിജയകുമാർ മാഷ് എൻ്റെ അധ്യാപകനായിരുന്നു. 93 ആ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം മാവേലിക്കര, തൃശ്ശൂർ, തൃപ്പൂണിത്തുറ പഠിപ്പിക്കാൻ വരുമായിരുന്നു. 5 രൂപ പിരിവിട്ടിട്ടാണ് ഞങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് ആ മാഷിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നത്. അദ്ദേഹം ആ പൈസ മേടിക്കാതെ പോകുമായിരുന്നു. ഞാനൊന്നും പറയുന്നില്ല, ഏതായാലും സന്തോഷം. മാഷ ഈ മണ്ടയ്ക്ക് തന്നെ ആ തോൾസഞ്ചി ഇട്ട് നിൽക്കുന്ന പ്രതീതിയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് വാക്കുകളൊക്കെ പോരട്ടെ, പറ്റുമെങ്കിൽ തുടരുക. അത് കുറച്ച് കഴിഞ്ഞിട്ട് മതിയോ? ശരി. Ishrat Humaira, dear friend of all of us from Coimbatore, always been part of Hariharan's journey. Hi, good evening. My sincere apologies that I cannot speak in your beautiful language, but I could hear what everybody had to say. I could pick up little beautiful things and I could resonate with it. So if I were to talk about Hariharan's work, I would rather say it's a lot of silence before I start, because obviously it leaves you speechless when you first look at it. There are a lot of emotions that you go through when you see his works. The first time when I saw it, I was stunned. I didn't like what I see. I really wanted to think, question as to who Hariharan is really. Is he the friend I know? Is he the artist I admire? Is he a person who I really know him at all? So, seemingly normal people, but there is this huge body of work which shakes your core. And that is what has happened when I first saw his works. And in the same breath, we had to write a little bit of essay for the book, which we did. And the same emotions were recorded, you can read in the book. And it's been 1 year of journey of seeing Hariharan's work when I first saw it, and then now that we are standing here. The questions that the work evokes. Now, how am I to see the works? Should I see it as an artist? Should I see it as a woman? Should I see it as a human being? And then there are endless questions that this book evokes, the work of art evokes. And then for a long time I was wondering, why is this troubling us so much? Because we are used to seeing so many nudes, we are used to seeing a lot of digital distortion of works, we are used to seeing mangled bodies, we are used to seeing so many things in the hospital also. I mean, why should this disturb us so much? Then it really struck that the purpose of art is really to disturb the viewer. And that hit home. And I'm so happy for Hari that he achieved something which we always saw as definitions in the art books, in the art colleges, that the purpose of art is to disturb the viewer. And here I saw a live example of what it did. A person who's still alive in person, flesh and blood, who's produced a work of art and he's managed to shock us. So I think that was the most remarkable thing about the book. And after so long sitting with all the works, I still have questions. I have a lot of questions. My questions have changed a little bit, and the questions have matured over a period of time, just like fine wine and tea that lays in the cup. But the questions remain. So when you initially view the work, I don't know how many of you have seen it for the first time, there is an initial shock, awe, fascination, disgust, admiration. But it's like a graph, you go through a huge range of emotions and then you slowly settle down into some phase where you are a little settled and balanced. To reach that takes a long time with Hari's work. It is not like any other work. And what I would urge you and request you is that allow yourself some time to sit with those works, to feel what you're feeling. You may not like what you feel, you may not like what it
shows to you in your face. You may not like the emotions that it might trigger in you after seeing the work, because you think you are a prim and proper person who's leading a very good life, but then there's some reminders. You might remember it is your mother's leg that looks like that. It is your wife's nipple that looks like that. It's your girlfriend's hair like that. And they're not pretty things. These are not so pretty. And this is reality that we have to confront when we see his works. We are not living in fantasy. Of course, he's digitally distorted it a little bit to call it a body of art. But these are real things that we are going to see. And today when I saw his works, suddenly I felt that everything was so amplified that I could really narrow down to the single hair of the person, the ingrown hair of the person, the very little fold of the nipple, which probably we need not see when we see a real person also. These are all missed out details, and now we are forced to confront with things that I should be thankful that Hari has reduced all this beauty of a beautiful woman, a beautiful man, a beautiful features into flesh. It's just flesh, nothing more than flesh, which we all are. It's just that it's inanimate, we are animate. And I felt a lot of admiration for the person who's agreed to be clicked in that manner, who may not have had the vision of how it would look like in these walls. I don't know if she has seen it or not. Imagine, any person, any woman, any man would like to see themselves as beautiful, happening, admirable. And there it is, crudest form of flesh for us to witness. And it's a kind of flesh we can't even lust after. It is making us feel so many things. It's like a butcher shop. Go see the meat, go see the lard, go see the bones. It's so crude. And it makes me wonder, what is the point of showing so much crudity when we're living in so bad times anyway? But that's flesh, that's reality. And this is just a different body of work. And you all being here, I think you will all have your own individual opinions which will enrich this whole thing. I really wish to hear everybody, what you have to say about it, because I am still having a lot of questions. I'm still living with questions. And I don't know when will I reach a stage where I'll be like, Hari, you did a fantastic job. I really love your work. I don't know if I'll ever tell you, Hari, I still hate your work. It's so beautiful, but I still hate it. But that's how it is. So thank you all. I mean, there's a lot more to say, but I think we should go see the works and feel it more, take it more, and then it sees what it does to us. And whenever there's another exhibition of Hari, I think we should come back and see what we feel. We may not feel what we are feeling today. So we'll open up ourselves to our experiences. Thank you. You said resonates with me because I was one of the writers for the book too, and my response was computer I speak in English for issue, and I found it very difficult to sit in front of the images which I've put down there. But this time, when I'm actually seeing it not printed in a book and not in a computer, the feeling is different. That's something that probably, as somebody who's presiding over this, but frankly, എൻ്റെ ആഗ്രഹം ഇങ്ങനെ ഒരു പ്രസിഡൻറ്റും ഇങ്ങനത്തെ ഒരു ഇരിപ്പും ഒന്നുമില്ലാതെ നമ്മളൊരു വട്ടം ചുറ്റി ശരിക്കും പറഞ്ഞാൽ ഗാലറിയിലിരുന്ന് തറയിലിരുന്ന് വർത്തമാനം പറയുകയാണ് വേണ്ടത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് അതിന് ഒക്കേഷൻസ് ഉണ്ടാവട്ടെ, കാരണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് റെസൊനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു സ്പീക്കർ ഒരു സർപ്രൈസാണ്, അത് ഹരിഹരൻ തന്നെ പറഞ്ഞിട്ട്. ഹരിഹരൻ്റെ ഡൊമൈനിൽ നിന്ന് തന്നെ വളരെ ഔന്നത്യമുള്ള ഒരു പുരസ്കാരം, ഒരു ഗ്രാൻറ്റ് അല്ലേ നേടിയിട്ടുള്ള ഒരാളാണ്. ഏത് വ്യക്തിയുടെ ആണ് ഗ്രാൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ എൻ്റെ സൂപ്പർ സീനിയറായിരുന്നു അനലോഗ് ഫോട്ടോഗ്രാഫിയുടെ കാലത്ത്. ഞാൻ അവരുടെ പേര് പറയുന്നില്ല, പക്ഷെ അവരുടെ ഡിപ്ലോമ പ്രോജക്റ്റ് സക്കീർ ഹുസൈൻ്റെ പുറകെ പായുന്ന കാലത്ത് ഞാൻ അവരുടെ ഒപ്പം സൈഡിൽ നിന്നിട്ട്, ഞാൻ സക്കീർ കാണാനൊന്നും പോയില്ലെങ്കിലും ഈ അനുഭവം അന്ന് എത്ര പുതുമയുള്ള ഒരു ഡിപ്ലോമ പ്രോജക്റ്റായിരുന്നു എന്നും എത്രമാത്രം അത് ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു എന്നെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അതവിടെ ഇരിക്കട്ടെ, ഇനി ഹരിഹരം വരും. ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഫോട്ടോഗ്രാഫേഴ്സിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പേരാണ് ദയാനിത സിംഗ്. ദയാനിത സിംഗിന് അടുത്ത കാലത്ത്
ലോകത്തെ ഏറ്റവും വലിയൊരു ഫോട്ടോഗ്രാഫി അവാർഡായ ഹാസൽബ്ലാഡ് അവാർഡ് ലഭിച്ചിട്ടുമുണ്ട്. അതിൽ കിട്ടിയ തുക ഭീമമായൊരു തുകയാണ്. നമ്മുടെ നാട്ടിലെ അവാർഡുകളിൽ പലതും വെച്ച് നമ്മൾ താരതമ്യപ്പെടുത്തിയാൽ ഞെട്ടിപ്പോകും. പക്ഷേ അവരാ തുകയിൽ വളരെ അധികം ഒരു തുക മാറ്റിവെച്ച് നമ്മുടെ പി സായിനാഥ് എന്ന് പറയുന്ന ചുരുക്കം ചില പത്രാധിപന്മാരിൽ ജേർണലിസ്റ്റുകളിൽ ഒരാൾ, സത്യം തന്നെ പറയണമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ, അദ്ദേഹവുമായിട്ട് കൊലാബറേറ്റ് ചെയ്ത് ദയാനന്ദ് സിംഗ് പാരി അവാർഡ് എന്ന് പറഞ്ഞ് ഒരു അവാർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ആദ്യത്തെ അവാർഡ്, അന്താരാഷ്ട്ര അവാർഡാണ്. കിട്ടിയ ശ്രീ പഴനികുമാർ മനീഷ നമ്മുടെ ഇടയിലുണ്ട്. ബ്രോ, അദ്ദേഹം കഴിഞ്ഞ ദിവസം വരെ ഗുജറാത്തിലൊരു വർക്ക്ഷോപ്പിലായിരുന്നു. അതുകൊണ്ട് ഇതിന് വരുവോ വരികയില്ലയോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. പക്ഷേ മിനിഞ്ഞാന്ന് വിളിച്ച് ഞാൻ തീർച്ചയായിട്ടും വരുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതീവ സന്തുഷ്ടനാണ്. ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സാധാരണ ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഞാൻ പ്രദർശിപ്പിച്ചു, കുറേ വിശിഷ്ട വ്യക്തികൾ വന്നു. ഇതൊന്നും ഇദ്ദേഹത്തെ ബാധിക്കുന്നില്ല. ഇദ്ദേഹം വടച്ചെന്നൈ എന്ന് പറഞ്ഞാൽ, ചെന്നൈ പോയിട്ടുണ്ടാവും നിങ്ങൾ. വടച്ചെന്നൈ എന്ന് പറഞ്ഞാൽ ചെന്നൈയുടെ വ്യത്യസ്തമായൊരു ഭാഗമാണ്, വളരെ വ്യത്യസ്തമായ ഭാഗമാണ്. പലരും വടച്ചെന്നൈയിൽ പോയിട്ടുണ്ടാവില്ല. അവിടെയുള്ള മുക്കുവ വംശജരുടെ ഇടയിൽ നിന്ന് ഏകദേശം ഒരു 20 പെൺകുട്ടികൾക്ക്, ടീനേജും 20 വയസ്സിന് മുകളിൽ പെൺകുട്ടികൾക്ക് ക്യാമറ പലരെയും കൊണ്ട് വാങ്ങിക്കൊടുത്ത് അവരെ മെയിൻ സ്ട്രീമിലേക്ക് വളരെ ഈ ഫോട്ടോഗ്രാഫേഴ്സായി മാറ്റാനുള്ള വളരെ പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ് പഴനികുമാർ. അപ്പോൾ അടുത്ത കാലത്ത് തന്നെ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു വളരെ പ്രഗത്ഭരായ വനിതാ ഫോട്ടോഗ്രാഫർമാരുണ്ടാവാൻ സാധ്യതയുണ്ട്. അന്ന് നമ്മൾ വീണ്ടും ഈ പേര് കേൾക്കും. ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല. ചേച്ചിക്ക് எல்லோருக்கும் வணக்கம். ரொம்ப ஒரு மகிழ்ச்சியான ஒரு நிகழ்வுன்னு நினைக்கிறேன். நான் வந்து ஒரு ஃபோட்டோகிராஃபி எக்ஸிபிஷனுக்கு வந்து இப்போ தான் ஃபஸ்ட் டைம் கேரளாவுக்கு வரேன். ஸோ ஹரியானா வந்து ஒரு மாதத்துக்கு முன்னாடியே கால் பண்ணிட்டு நீங்கள் கண்டிப்பாக வந்து தான் ஆகணும் பழனி, பயங்கர இன்ஸ்பிரேஷனாக இருக்குது. அந்த ரெகக்னைசேஷன் என்றைக்குமே வந்து ரொம்ப முக்கியமானது ஒரு கலைஞனுக்கு, ஒரு ஆர்டிஸ்ட்டுக்கு. ஸோ ஒரு சக கலைஞனிடமிருந்து அது நமக்கு வரும் பொழுது அதை கண்டிப்பாக எடுத்துக்கணும்னு நினச்சேன் நான். ஸோ அதுக்காக தான் இங்கே இருக்கேன் நான். ஐ எம் வெரி ஹாப்பி டு ஹியர். ஆர்ட் என்றைக்குமே ரொம்ப பொலிட்டிக்கலான விஷயந்தான். ஸோ மேக்ஸிமம் என்னுடைய எல்லா விஷயமே வந்து மக்கள் மீதான விஷயங்கள் மீது மட்டுமே எப்பவுமே இருக்கும். நம்ம நிறைய ஃபோட்டோகிராஃபி பார்த்துருக்கோம், யூனிட் ஃபோட்டோகிராஃபி வேறு விதங்களை பார்த்துருக்கோம். ஆனால் வந்து ஹரியானோட ஒர்க்கு ரொம்ப வித்தியாசமான ஒர்க்கு. ஸோ ஒரு ஃப்ரேமுக்குள்ளே பெண்கள் உடல் மீது கட்டமைக்கப்படுகிற நிறைய விஷயங்கள் மீது கேள்வி எழுப்பக்கூடியதாகவும் இருக்குது. அதோட ஒரு நம்முடைய ஒரு மென்னோட மனநிலையிலேருந்து பார்க்கும் பொழுது ஃபஸ்ட் டைம் நிறைய குழம்பி போட ஒரு சூழல் தான் வரும். ஆனால் வந்து அதை நிறைய முறைகள் பார்க்கறதுக்கு பின்னாடி தான் வந்து ஒரு ஃப்ரேம்குள்ளே இருக்க எல்லா விஷயங்களையும் கேள்வி கேட்குற விஷயங்கள், உடல் மீது கட்டமைக்கப்படுகிற அனைத்து விஷயங்கள் மீது கேள்வி எழுக்கக்கூடியதாகவே இருக்குது. ரொம்ப இன்ஸ்பிரேஷனான ஒர்க்கு. ஃபஸ்ட் டைம் இந்த ஒர்க்கை நான் பார்க்குறேன். தேங்க்ஸ் ஃபார் இன்வைட்டிங் மீ ஹியர். ஸோ ரொம்ப சந்தோஷமாக இருக்குது. என்ன பேசுகிறதுன்னு தெரில ஆக்சுவலி. ஸோ என்னை பற்றி ஒரு சின்ன இன்ட்ரோ மட்டும் கொடுத்துக்கிறேன். சப்போஸ் நான் வந்து பீப்புள் ஆர் கியூர் ரூரல் இந்தியான்னு சொல்லிட்டு ஒரு சாய்நாத்தோட ஒரு இதில் வந்து நான் வேலை பார்த்துட்ருக்கேன். ஒரு ஆன்லைன் மேகசின் மாதிரி விஷயத்தை வேலை பார்த்துட்ருக்கேன். மேனுவல் ஸ்கேவஞ்சிங் ஒர்க் பற்றி ஒரு 7 வருஷமாக ஒர்க் பண்ணிகிட்ருக்கேன். ப்ளஸ் வந்து நான் ஒர்க் பண்ணுற மக்கள் சார்ந்து இருக்கக்கூடிய குழந்தைகள் மத்தியில் வந்து ஒரு ஃபோட்டோகிராஃபரை க்ரியேட் பண்ணுறதும் சரி, அங்கேருந்து ஜேர்னலிஸ்ட்டை க்ரியேட் பண்ணுறதுக்கான வேலைகளையும் ஒரு சின்ன சின்ன அளவில் பண்ணிகிட்ருக்கேன். நிறைய விதமான சப்போர்ட்டுகள் கிடச்சிட்ருக்கு இப்போ கொஞ்சம் கொஞ்சமாக. அவ்வளோதான் என்னை பற்றி சொல்கிறதுக்கு நினைக்கிறேன். தேங்க்யூ ஸோ மச் ஃபார் ஹரிஹரன் சார். ரொம்ப மகிழ்ச்சியாக இருக்குது, வார்த்தைகளே கிடையாது. இது ஒரு கொச்சி பின்னாடியில் வந்து அடுத்த என்னுடைய ஒர்க் எக்ஸிபிட் ஆகும்னு நினைக்கிறேன். மேபி வாய்ப்பு இருந்தால் வந்து பாருங்கள். தேங்க்யூ ஸோ மச். ரொம்ப நன்றி. ஹரிஹரன், ப்ளீஸ் டேக் தி ஸ்டேஜ்.
It's your work that is the center of the evening. Please speak a few words. വളരെ പ്രഗത്ഭരായ വാക്കുകളിലൂടെ സംസാരിക്കാൻ കഴിയുന്നവർ സംസാരിച്ച ശേഷം ചിത്രങ്ങൾ മാത്രം എടുക്കുന്ന ഞാൻ സംസാരിക്കുന്നതിൽ എത്രത്തോളം കാര്യമുണ്ടാവുമെന്നറിയില്ല. ഞാൻ ആകെ പറയാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ചിത്രപരമ്പരയിലേക്ക് എത്തിയ ഒരു വഴി, അല്ലാതെ കൂടുതൽ ചിത്രങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ ഞാനില്ല. ഇത് പറഞ്ഞു വരുമ്പോൾ പ്ലാറ്റോൺ എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് ഫോട്ടോഗ്രാഫറുണ്ട്, വളരെ പ്രശസ്തനാണ്. അദ്ദേഹം എടുക്കുന്ന ചിത്രങ്ങൾ പലപ്പോഴും ലോക നേതാക്കളുടെയും വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള നടികളുടെയും ഫോട്ടോസാണ്. ഇദ്ദേഹത്തിന് ഒരു അസൈൻമെൻറ്റ് കിട്ടി. കോങ്കോ എന്ന രാജ്യത്ത് ഒരു ഡോക്ടർ ഡെന്നിസ് മുക്വെഗെ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറുടെ ഒരു പോർട്ട്ഫോളിയോ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ കുറേ ആരായാലും റിസർച്ച് ചെയ്യും. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ വാർ റിലേറ്റഡ് വിക്ടിംസിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറാണ് എന്നൊരു വിവരം മാത്രം കിട്ടി. അപ്പോൾ വലിയ താല്പര്യത്തോടു കൂടി അല്ല അങ്ങോട്ട് ഇദ്ദേഹം പോയത്. പക്ഷെ അവിടെ പോയാണ് ഇദ്ദേഹം അറിയുന്നത് ഈ ഡോക്ടർ ട്രീറ്റ് ചെയ്യുന്ന ചികിത്സിക്കുന്ന രോഗികളുടെ അവസ്ഥ. കൃത്യമായി പറഞ്ഞാൽ ഇതിനോടകം ആ ഡോക്ടർ 3 ലക്ഷം സ്ത്രീകളെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതിൽ കുട്ടികളും പെടും. ഇവർക്കൊക്കെയും പൊതുവായിട്ട് ഉണ്ടായിരുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു ചെറിയൊരു മെംബ്രെയിനുള്ളൊരു സ്ഥലമാണ് ഈ ഗുദത്തിനും യോനിക്കും ഇടയിൽ, സ്ത്രീകളുടെ ആയാലും കുട്ടികളുടെ ആയാലും ആ ഒരു അവയവം. ഇവിടെ വലിയ തുളകൾ വീഴുകയും ഇതൊക്കെ തന്നെ പഴുപ്പ് വരികയും പലപ്പോഴും ഇവർക്ക് ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു ഈ സ്ത്രീകൾ. ഇദ്ദേഹം അപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ബുക്കിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന കാര്യം, ഇതിന് ശേഷം എഴുതിയൊരു ബുക്കിൽ, ഇതൊരു നിർണായക നിമിഷമാണ് എൻ്റെ ജീവിതത്തിൽ. കാര്യം ഞാൻ സ്ത്രീകളെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ട്, ഏറ്റവും അവരെ മനോഹാരിത എങ്ങനെ ലോകത്തെ കാണിക്കാമെന്ന് മണിക്കൂറുകളും ദിനങ്ങളോളം ചിന്തിച്ച് അതിന് പറ്റിയ ലൈറ്റിങ്ങും മേക്കപ്പും ഒക്കെ അവരെ അണിയിച്ച് എടുക്കുന്ന ഫോട്ടോസ് ഇത്ര കോടാനുകോടി ആളുകൾ പല മാസികളിലൂടെ കാണുകയും കൈയടിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ ഡെന്നിസ് മുക്വെഗെ എന്ന് പറഞ്ഞ ഡോക്ടറുടെ ചികിത്സാ മുറിയിലെ ഒരു കട്ടിലിൽ ഈ പഴുപ്പ് മലിപ്പിച്ച് കിടക്കുന്ന സ്ത്രീയെ കണ്ടപ്പോൾ ഇത്രയും കാലം ഞാൻ ക്യാമറ എന്തിന് കയ്യിലെടുത്തു എന്നുള്ള വലിയ ചോദ്യചിഹ്നം. അദ്ദേഹത്തിന് എങ്ങനെ ചോദ്യചിഹ്നം ഉണ്ടായി, എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. കുറേ കാലത്തേക്ക് ഇദ്ദേഹത്തിന് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് തിരിച്ചു പോയി കഴിഞ്ഞ് ഇദ്ദേഹം അസൈൻമെൻറ്റ് നിർത്തി. കാരണം വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷേ പിന്നീട് രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ചെയ്യുന്നത് അത് തന്നെയാണ്. പക്ഷേ ഇത് വായിക്കുന്ന എല്ലാവർക്കും ഈ ചോദ്യചിഹ്നം എങ്ങനെ പ്രതികരിക്കും, അല്ലെങ്കിൽ അതിനോട് എങ്ങനെ പ്രതികരിക്കും, നമ്മുടെ ഉള്ളിൽ വരുന്ന ചലനങ്ങൾ എന്താണെന്ന് പറയാൻ കഴിയില്ല. അപ്പം അടിസ്ഥാനപരമായിട്ട് ഏറ്റവും ഒരു നിർണായകമായ സ്വാധീനം എനിക്ക് ഈ പരമ്പര ഉണ്ടാവാൻ ഇത് വായിച്ചുള്ള അറിവാണ്. ഇതിൽ നിന്നുണ്ടായ പല ചോദ്യങ്ങളാണ് ഇതിലേക്ക് എത്തിയത്. ഈ സമയത്ത് ഞാൻ ഒരു റെയിൽവേ ജോലിയുമായിട്ട് കഴിഞ്ഞുകൂടുന്ന സമയം കൂടെയാണ്. അപ്പം ഇതിനെ പറ്റി ഈ ഒരു പരമ്പര നമ്മൾ കൺസീവ് ചെയ്താലും ഇതൊരു ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു മോഡലിന് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പരമ്പര എടുക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണല്ലോ. അവസാനം ഒരാളെ ഇതിനെക്കുറിച്ച് മുഴുവൻ പറയുകയും, ഇത് ഞാൻ പറയാൻ കാരണം ഇഷ്ടത്തിന് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. കാര്യം ഈ എടുത്ത വ്യക്തി ഈ മോഡൽ ഇതിനെക്കുറിച്ച് കണ്ടിട്ടുണ്ടോ, ഇതിനെക്കുറിച്ച് അറിയാമോ എന്നൊന്നും നമുക്ക് ബോധ്യമില്ലാതെ. പക്ഷേ പൂർണ്ണമായിട്ടും അറിയാം ഈ മോഡലിന്. ഓരോ ഫ്രെയിമും ഞാൻ കാണിച്ചിട്ടുമുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയേണ്ടതും അവർക്കാണ്. കാര്യം ഇങ്ങനെ ഒരു മോഡലിങ്ങിന് നിന്ന് തന്നതും, ഇങ്ങനെയാണ് തൻ്റെ ശരീരം 100 കണക്കിന് ആളുകൾ കാണുക എന്നുള്ളതും പൂർണ്ണ സമ്മതത്തോടെ സമ്മതിച്ചെന്ന ആ സ്ത്രീ. എന്നിട്ട് ആളുകളുടെ മുമ്പിൽ ഞാൻ ഒരു പുസ്തകമായി ഇറക്കുകയും അതിൽ നിങ്ങൾ പലതും രാധ എഴുതിയിട്ടുണ്ട്, ഇഷ്റത്ത് എഴുതിയിട്ടുണ്ട്, അതെ റാഷ് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഒരു പോരായ്മയുണ്ട് ഇതിന്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ എഴുതിയത് വായിക്കും ആളുകൾ, എന്നിട്ടാണ് ഇതിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ എക്സിബിഷൻ കാണുമ്പോൾ കൂടുതലായിട്ടൊന്നും നമ്മൾ പറയുന്നില്ല. കൂടി വന്ന ഒരു ചെറിയ ഫുട് നോട്ടോ മറ്റോ നേരിട്ട് ആളുകൾ കാണുകയാണ്. ഇതാദ്യം എക്സിബിറ്റ് ചെയ്തത് കോഴിക്കോടാണ്. അപ്പോൾ അവിടെ പല രീതിയിലുള്ള വിമർശനങ്ങളും
പല രീതിയിലുള്ള അഭിനന്ദനങ്ങളും ഇതിന് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനൊരു പരമ്പര നമ്മൾ വയ്ക്കുമ്പോൾ അഭിനന്ദനങ്ങൾ മാത്രം പ്രതീക്ഷിക്കുന്നേ ഇല്ല. ഇപ്പോൾ പോലും ഞാൻ പറയുന്നത് ഈ പരമ്പര കണ്ടവർ ഇവിടെ ഉണ്ടെങ്കിൽ, അതിനോട് എതിർപ്പുണ്ടെങ്കിൽ 2 വാക്ക് ഒന്ന് പറയാം. വളരെ സന്തോഷമാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നും കൂടെ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വിവരം കൂടുതൽ അതിനെക്കുറിച്ച് കിട്ടും എപ്പോഴും. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ സംസാരിക്കാനുണ്ടെങ്കിൽ പോലും വരാം. അപ്പോൾ ഈ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന നിർണായക നിമിഷം, അതിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ പരമ്പര. കൂടുതൽ ഞാൻ ചിത്രങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ആളല്ല. കാരണം ഞാൻ കാണുന്ന മാതിരി ആയിരിക്കില്ല കാണുന്ന ഒരാൾ കാണുന്നത്. അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലെ അനുഭവങ്ങളായിട്ട് കൂട്ടിയിണക്കി പലപ്പോഴും ഈ ചിത്രങ്ങൾ കാണുന്നവരുണ്ട്. കോഴിക്കോട് ഒരു കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടി അങ്ങനെ വന്ന് എൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞൊരു സംഭവം പോലുമുണ്ട്. ഇതിൽ ഒരു ചിത്രം കൂട്ടിയിണക്കിയത് തൻ്റെ വളരെ വൈയക്തികമായൊരു അനുഭവമായിട്ടാണ്. ആ രീതിയിൽ ഞാൻ ചിന്തിച്ച ചിത്രമേ അല്ലാതെ. പക്ഷേ പൊതുവേദിയിൽ വിട്ടുകഴിഞ്ഞാൽ അതെങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ്. ചിലപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യമായിരിക്കില്ല ആളുകൾ സ്വീകരിക്കുന്നത്. അതൊക്കെ അവരവരുടെ കാര്യം. അപ്പോൾ പരമ്പരയെക്കുറിച്ച് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ബാക്കി കാണുന്നവർ അവരുടെ ഇഷ്ടത്തിന് അവരുടെ ജീവിതമായിട്ട് അവരെ അനുഭവമായിട്ട് കോർത്തിണക്കി എങ്ങനെ സ്വീകരിക്കണമെന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ. ഏതായാലും ഇവിടെ വന്നെത്തുകയും ഈ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്ത എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും മറ്റ് ആളുകൾക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വാക്കുകളുടെ ഒരു ആളല്ല. അവസാനമായി പറഞ്ഞുകൊള്ളട്ടെ, വിജയകുമാർ മേനോൻ സാറിൻ്റെ കാര്യം. എനിക്ക് അദ്ദേഹത്തെ ആദ്യം ഞാൻ കാണുന്നത് 1984-85 എനിക്ക് തോന്നുന്നു അന്ന് ബറോഡയിലാണ് അദ്ദേഹം. ഒരു രസകരമായ സംഭവം പറയാം. സ്ഥിരമായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് കേരള കലാപീഠത്തിലാണ്. അപ്പോൾ നമ്മുടെ അജയ്കുമാർ അക്കാഡമിയുടെ സെക്രട്ടറി ആയിരുന്നു മുമ്പ്. അദ്ദേഹം ബറോഡയിലുണ്ട്. അപ്പോൾ ഒരു ദിവസം 2 പേരും വന്ന്, ആ സമയത്ത് അതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയൊരു സിനിമയുണ്ട് അജയനും വിജയനും എന്ന് പറഞ്ഞിട്ട്, നസീറിനാന്ന് തോന്നുന്നു. അപ്പോൾ വിജയകുമാർ മേനോൻ സാർ അങ്ങനെ സിനിമയുള്ളത് അറിയില്ല. ആരോ അങ്ങനെ പറഞ്ഞു അജയനും വിജയനും. അപ്പോൾ അജയ്കുമാർ കുറച്ച് ക്ഷുഭിതനായി സംസാരിച്ചു, എന്താ കളിയാക്കുകയാണോ എന്ന്. അപ്പോൾ ഈ പറഞ്ഞ ആൾ പറഞ്ഞ അല്ല, ഒരു സിനിമയുണ്ട്, അതിൻ്റെ ഒരു പേര് ഞാൻ പറഞ്ഞു എന്നുള്ള 2 പേരെയും കണ്ടപ്പോൾ ഒരു സന്തോഷത്തിന്. അപ്പോൾ മേനോൻ സാറ് പറഞ്ഞു അങ്ങനെ ഒരു സിനിമയും കൂടി ഉണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അജയ എവിടെയെങ്കിലും വെച്ച് നമ്മൾ അടികൊള്ളുമെന്ന്. എനിക്ക് ഇദ്ദേഹത്തെ കാണുമ്പോൾ എന്തുകൊണ്ടോ ഈ സംഭവമാണ് ആദ്യം മനസ്സിലേക്ക് വരിക. ഇതുകൂടെ പറഞ്ഞുകൊണ്ട് ഈ വല്ലാത്തൊരു സമയം പെട്ടെന്ന് ഇത് അറിഞ്ഞതുകൊണ്ട് നമ്മുടെ ഒരു ക്ഷണിതാവ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, ഇദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടറാണ്, ഇവിടെ വന്ന് ഈ കാര്യം പറഞ്ഞിട്ട് ഓടിയതാണ്. ഇവിടെ വരുമ്പോഴാണ് ICUവിലാണെന്ന കാര്യം അറിയുന്നത്. അതെന്നോട് പറയുകയുണ്ടായി. പക്ഷേ അദ്ദേഹം പോകുമ്പോഴേക്കും മേനോൻ സാറ് പോയി. ഇത്തരം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് അത് അനേകം പുരുഷന്മാർ ഒന്നിനു പുറകെ ഒന്നായി അവരെ അതുപോലും ആ വാക്ക് മതിയെന്ന് എനിക്കറിയില്ല. അതിന് എത്ര ഭീകരമായ വാക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വരുന്നതാണ് അത്. ഇവർ സാറ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കാര്യം പറയുന്നുണ്ട്. മുകളിലൊരു വീഡിയോ ഇൻസ്റ്റലേഷൻ ഉണ്ട്. അതിൽ ഇദ്ദേഹത്തിൻ്റെ നോബൽ പ്രൈസ് കിട്ടിയൊരു വ്യക്തിയാണത് സമാധാനത്തിന്, ഡോക്ടർ ഡെന്നിസ് മുക്വെഗെ എന്ന് പറഞ്ഞ്. അദ്ദേഹത്തിൻ്റെ ആക്സെപ്റ്റൻസ് സ്പീച്ച് മുകളിൽ വീഡിയോയിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അതിനകത്ത് പറയുന്നത് സാറ എന്ന് പറഞ്ഞൊരു സ്ത്രീയെ കുറിച്ചിട്ടും പിന്നെ വേറൊരു പെൺകുട്ടിയെ കുറിച്ചിട്ടും 3 മാസമോ മറ്റുള്ള കുട്ടിയാണ്. അപ്പോൾ ഇദ്ദേഹം സർജറി റൂമിലേക്ക് കടക്കുമ്പോൾ അവിടെ നിൽക്കുന്ന നേഴ്സുമാർ മുഴുവനും ഒന്നും ചെയ്യാനാകാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കാണുന്നത്. ഈ അവസ്ഥയിൽ നിന്ന് കൂടെ കടന്നു പോകുന്ന ജനതയിൽ നിന്ന് ഒരു ചെറിയ അതിൻ്റെ സ്പാർക്കോ എന്തെങ്കിലും പറയാം കിട്ടിച്ചെയ്തൊരു പരമ്പരയാണ്. അത് മോശമാകാം നല്ലതാകാം, അതൊക്കെ ആളുകൾക്ക് വിടുന്നു. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. എന്തായാലും എനിക്ക് വല്ലാതെ വേറെ രീതിയിൽ എനിക്കൊരു ഉൾക്കാഴ്ച ഉണ്ടാവാൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ആ കൃതങ്ങൾ ഉണ്ടായത് എന്ന ചോദ്യത്തിന് ആ മറുപടി, അതിനപ്പുറം നമുക്കൊരു വാക്കില്ല എന്ന് പറയുന്ന പോലത്തെ ഒരവസ്ഥ അത് ഇതിനകത്ത് എവിടെയോ കിടക്കുന്നുണ്ട്. വാക്ക് ഫ്രീസായി പോകുന്ന ഒരവസ്ഥ. ഏതായാലും ഈ ചടങ്ങ് കഴിയുന്ന മുമ്പ് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പങ്കിടാനോ ഇവിടെ ഷെയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക.
ഹരിഹരൻ. അപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ഈ ചടങ്ങ് അവസാനിച്ചിരിക്കുന്നു. ഇനിയായിരിക്കും കുറേ കൂടി രസകരമായിട്ടുള്ള പല ഭാഗങ്ങളിലിരുന്ന് തുടങ്ങാൻ പോകുന്ന വർത്തമാനങ്ങൾ. പ്രത്യേകിച്ച് ഇന്ന് ഈ ഒരു ശരീരത്തിൻ്റെ ഏകാന്തത എന്നത് എത്രമാത്രം വേദനാജനകവും പീഡനാജനകവുമാണെന്ന് ഹരിഹരൻ്റെ ചിത്രങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെ മധ്യകാലഘട്ടത്തിൽ നാം പരിചയിച്ചിട്ടുള്ള ചില വിവരണങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് അന്ന് വധശിക്ഷ എന്ന് പറയുന്നത് ഒരു കാടിക്കൂട്ടത്തിൻ്റെ മുന്നിൽ നടത്തുന്ന ഒരു പ്രക്രിയയായിരുന്നു. അപ്പോൾ ഏറ്റവും നല്ല ആരാച്ചാർ എന്ന് പറയുന്നത് ഒറ്റ വെട്ടിന് തല ഛേദിക്കുന്ന ആരാച്ചാരാണ്. അത് കഴിഞ്ഞിട്ട് ആ തല കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കാണിക്കും. അങ്ങനെ കാണിക്കുമ്പോഴും ആ ശിരസിൻ്റെ ഇമകൾ ഇങ്ങനെ കണ്ണ് തുറന്നു മടഞ്ഞു കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ വാർത്ത ആ ശിരസിലെത്തിയിട്ടില്ല എന്ന് പറയുന്ന ഒരു നടുക്കം ആ വിവരങ്ങൾ വായിച്ചാലുണ്ടാവും. ഒരുപക്ഷെ അത്തരം ഒരു നടുക്കമാണ് ഈ ചിത്രങ്ങൾ ആദ്യം തരുന്ന ഒരു കാര്യം. അത് നമ്മൾ അനുഭവിക്കുന്ന ഈ കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏകാന്തത എന്ന ചരിത്രപരമായിട്ടുള്ളൊരു അനുഭവത്തെ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കൊണ്ടാണിത് ഒരു ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ യാഥാർത്ഥ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒന്നാവുമ്പോൾ ഇത് കലയായിത്തീരുന്നത് അതുകൊണ്ടാണ്. ആ അനുഭവം നമുക്ക് തരുന്നത് കൊണ്ടാണ്. ക്യാമറ ലൂസിഡായാലും അതുപോലെ തന്നെ ഓൺ ഫോട്ടോഗ്രാഫിയിലൊക്കെ റോളാങ് ബാർത്തും സൂസൻ സോണ്ടാഗും ഒക്കെ ന്യൂസ് ഫോട്ടോഗ്രാഫിയെയും മറ്റു തരത്തിലുള്ള ഫോട്ടോഗ്രാഫുകളൊക്കെ അപഗ്രഥിച്ച് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം അപ്പുറത്ത് ഇങ്ങനെ ഈ ക്യാമറ കൊണ്ട് ഒരു നടുക്കത്തെ സൃഷ്ടിക്കാമെന്നുള്ളത്, അത് നടുക്കത്തിൻ്റെ നിമിഷത്തെ പിടിച്ചെടുക്കല്ല, മറിച്ച് അത് പുതുതായിട്ട് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അത് വളരെ വലുതായിട്ട് ഈ ചിത്രങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. റിൽക്കെയുടെയൊക്കെ കവിതയിൽ കാണുന്ന ഒരു അന്തരീക്ഷം, മാലാഖമാരുടെ, ഇപ്പോൾ ഞാൻ പൊട്ടിക്കരയുകയാണെങ്കിൽ മാലാഖമാരുടെ ശ്രേണിയിൽ ആർ വന്നെന്നെ കേൾക്കും, ആരെന്നെ മാറോടണയ്ക്കും എന്ന് തുടങ്ങുന്ന ആ കവിതാ പരമ്പരയുണ്ട് റിൽക്കെയുടെ. അതിലൊരു വരിയുണ്ട്, ബ്യൂട്ടി ഈസ് നത്തിങ് ബട്ട് ദ ബിഗിനിങ് ഓഫ് ടെറർ എന്ന് പറഞ്ഞാൽ സൗന്ദര്യവും ഭീതിയും എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളല്ല, ഡയഗണലി ഓപ്പോസിറ്റായിട്ടുള്ള രണ്ട് കാര്യങ്ങളായിട്ടാണ് പൊതുബോധത്തിൽ അത് കെടുക്കുന്നത്. അതല്ല ഈ ചരിത്രത്തിലെങ്കിലും ഈ ചരിത്രകാലത്തിലെങ്കിലും എന്ന് ഹരിഹരൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരർത്ഥത്തിൽ കവിതയാണ്. സാധാരണഗതിയിൽ എന്ത് കണ്ടാലും നമ്മൾ പറയുക ഇത് കവിത പോലെ മനോഹരമാണെന്നാണ്. മനോഹരം എന്ന പദത്തിന് തന്നെ പ്രസക്തമാക്കുന്ന ഒന്നാണ് ഇന്ന് കവിത എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നമ്മുടെ ആഴത്തിലെ നടുക്കങ്ങളെ, ആഴത്തിലെ പീഡനങ്ങളെ, ഓരോരുത്തരും അനുഭവിക്കുന്ന ഏകാന്തതയുടെ ബഹുതല മാനങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു പ്രവൃത്തിയാണ്. ആ അർത്ഥത്തിലാണ് ഞാനിത് കവിതയാണെന്ന് പറയുന്നത്.
ഇന്നിൻ്റെ കവിതയാണ് ഹരിഹരൻ ഈ പ്ലേറ്റുകളിൽ വരച്ചു വെച്ചിട്ടുള്ളത്. അത് ശരീരത്തിൻ്റെ ഒറ്റപ്പെടലിനെ പറ്റിയിട്ടാണ്. ശരീരം ഒറ്റപ്പെടുന്നത് അതിന് ചുറ്റുമുണ്ടാകുന്ന വേദനയുടെയും അക്രമത്തിൻ്റെയും ട്രോമയുടെയും ഒക്കെ ഒരു അന്തരീക്ഷം ധ്വനിപ്പിച്ചുകൊണ്ടാണ് ഹരിഹരന് നന്ദി ഈ ലോകാനുഭവം ഏതാനും ചിത്രങ്ങളിലൂടെ ഏതാനും നിമിഷങ്ങളിലൂടെ പ്രദാനം ചെയ്തതിന്. പ്രിയ സുഹൃത്തെ, ഹരിഹരൻ എസിൻ്റെ ഫോട്ടോഗ്രാഫി എക്സിബിഷനാണ് തൃശ്ശൂർ ലളിതകലാ അക്കാദമിയിൽ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ വളരെ അടുത്താണ് ഞാൻ പരിചയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് പോകുന്ന രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വർക്കുകൾ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഈ എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള വർക്കുകൾ കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ ഇത് ഫോട്ടോഗ്രാഫിനപ്പുറത്ത് ഓരോ വർക്കുകളും ഓരോ പെർഫോമൻസ് ആയിട്ടാണ് തോന്നിയത്. അല്ലെങ്കിൽ ആ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്ന വ്യൂവറിനെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിൽ, ചിന്തിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ വിഷ്വൽ ലാംഗ്വേജിനെ വേറെ തലത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള വർക്കുകളാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ എനിക്ക് തോന്നുന്നത് മലയാളി കണ്ട് പരിചയമില്ലാത്ത ഒരു ശീലം അല്ലെങ്കിൽ ഒരു കാഴ്ച ആണ് ഈ എക്സിബിഷനിലൂടെ ഇവിടെ നമുക്ക് അദ്ദേഹം ഒരുക്കി വെച്ചിട്ടുള്ളത്. പലപ്പോഴും നമ്മളെ തന്നെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഹരിഹരൻ തൻ്റെ ചിത്രത്തിലൂടെ ഇവിടെ നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുകയാണ്. സുഹൃത്ത് ഹരിഹരൻ്റെ ഈ ഫോട്ടോകളൊക്കെ കണ്ടിട്ട് എന്താണ് പറയേണ്ടത് എന്നത് തീർച്ചയായിട്ടും അവ്യക്തമായിട്ടേ മനസ്സിലുള്ളൂ. ഈ മനുഷ്യരെ ജനിക്കുന്ന ആ സ്ത്രീയുടെ ശരീരത്തിലെ ആ കവാടം മുതൽ മനുഷ്യർ മരിച്ചു കഴിഞ്ഞിട്ട് അവസാനം രണ്ട് കാലും കൂട്ടിയിട്ട് രണ്ട് തള്ളവിരലും കൂട്ടി കെട്ടിയിട്ടുള്ള ആ ചിത്രം, അതിനിടയ്ക്ക് ഈ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതത്തിൻ്റെ കുറേ ദൃശ്യങ്ങൾ ഇവിടെ ഇരുളും വെളിച്ചവും ചേർത്തിട്ട് തീർച്ചയായിട്ടും ഈ ഫോട്ടോഗ്രാഫി എക്സിബിഷൻ, ഈ ഫോട്ടോഗ്രാഫിയുടെ എക്സിബിഷൻ, ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചം കൊണ്ട് എഴുതുകയാണ്. പക്ഷെ നമുക്കറിയാം ഫോട്ടോഗ്രാഫി വെളിച്ചം കൊണ്ട് മാത്രം എഴുതുന്നതല്ല, വെളിച്ചം ഇരുളും കൊണ്ട് എഴുതുന്ന ഒന്നാണ്. ഈ ഒരു എക്സിബിഷൻ തീർച്ചയായിട്ടും മനുഷ്യ ശരീരത്തെക്കുറിച്ച് കുറച്ചും കൂടിയും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സ്ത്രീയുടെ ശരീരത്തെ ഈ ക്യാമറ എന്ന് പറയുന്ന ഉപകരണം കൊണ്ട് നോക്കിക്കണ്ടിട്ടുള്ള അനിശ്വരം അത് പുനരാവിഷ്കരിച്ചിട്ടുള്ള കുറേ ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങൾ ഇവിടെ വന്ന് ഈ വെളുത്ത ചുമരിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഇരുളും വെളിച്ചവും ചേർന്നുള്ള ഈ ചിത്രങ്ങൾ കാണുമ്പോൾ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല, മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ച് മാത്രമല്ല, മനുഷ്യ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് ക്യാമറ കൊണ്ട് മനുഷ്യ സൃഷ്ടിക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു സാധ്യതയുണ്ടല്ലോ, അതുകൂടി നമ്മുടെ മുമ്പിൽ വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന ചിത്രങ്ങളാണ്. ഹരിഹരന് അദ്ദേഹത്തിൻ്റെ ഈ പടമെടുക്കുന്ന ജീവിതത്തിൽ, ക്യാമറ കൊണ്ട് പടമെടുക്കുന്ന ഈ ജീവിതത്തിൽ കൂടുതൽ ആഴവും കൂടുതൽ വിസ്തൃതിയൊക്കെ കണ്ടെത്താനായിട്ട് കഴിയട്ടെ. ആശംസകളോടെ നന്ദി. എൻ്റെ പേര് ദിനേഷ് പി ജി. ഞാനൊരു പെയിൻറ്ററാണ്, അതോടൊപ്പം തന്നെ ശില്പി കൂടിയാണ്. ഹരിഹരൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. എനിക്കിവിടെ ഹരിഹരൻ്റെ നേരത്തെയുള്ള പല വർക്കുകൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇതൊരു വലിയൊരു അനുഭവമാണ് ഈ ഷോയിൽ വന്നിട്ട് ഈ വർക്കുകൾ കാണുന്നത്. എന്നെ സംബന്ധിച്ചൊരു വളരെ ഷോക്കായിട്ടുള്ളൊരു ഫീലാണ് എനിക്ക്. കാരണം ഒരു സയൻസ് ലാബിലൊക്കെ ചെന്ന പോലെയുള്ള ഫ്ലഷ് അല്ലെങ്കിൽ എന്താ പറയുക, മാംസം നമ്മൾ ഈ ജാറിലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ മനുഷ്യൻ്റെ അവയവങ്ങൾ ഒരു ജാറിലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള പോലെയുള്ളൊരു ഫീലാണ് എനിക്കിവിടെ വന്നപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ അനുഭവിച്ചത്. ഇത്
ഈ കവിത എഴുതുന്ന സമയത്ത് അതിലെ കവിത്വം നഷ്ടപ്പെടുന്ന പോലെ ഈ പല ചിത്രങ്ങളിലും നമുക്ക് പല ആളുകളുടെയും, ഞാനൊരു കമ്പാരിസനായിട്ട് പറയല്ല, പല ആളുകളുടെയും ഒരു ഹരിഹരൻ്റെ ഒരു ഫോട്ടോഗ്രാഫി ഒരു പെയിൻറ്റിങ് ടെക്നിക്കിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ ഒന്നും പറയാനില്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഈ വർക്കുകൾ എന്നെ വല്ലാതെ ഫീൽ ചെയ്യിക്കുന്നു. ഇറ്റ്സ് അമേസിങ്. താങ്ക് യു ഫോർ ഇങ്ങനെ ഇത്രയും നല്ലൊരു ഷോ ഒരുക്കി തന്ന ഹരിഹരനോട് ഒത്തിരി നന്ദി. When you look at Hari's works, which obviously it's all around us today, it's very difficult to make any comment on it because you haven't seen an example or an analogy which is close to this body of work. You can be filled with disgust when you first see it. You may dislike it. You will find it very revolting. And it's very hard to pinpoint the emotion that you feel. And that itself is a very big pointer that there is so much buried within us that we don't know about. And when you see works like these, something triggers inside you, something in your subconscious is stirred, that there is a lot of confusion when you see these works. I mean, of course, we are seeing mangled bodies, digitally, modified works of art, flesh. You can call little keywords and try to make sense of what you're seeing, but they all fail. There is no one word to completely describe what this is. And the very fact that it disturbs us so much is probably the greatest achievement of Hari's work, because if the purpose of art is to disturb the viewer, and Hari's done it. And to achieve that kind of distinction is an amazing thing for any artist. And when I see Hari's works, I feel that it's very brave of him to bring out something like these in these times when the freedom of speech is, such a difficult thing to even think about without thinking about the repercussions of what can happen. And when you see courage in every picture here, on the walls of gallery, it's courage. To make real art is courage, and to see a sample of it, I think that is very inspiring to a lot of people, and especially the youngsters who need to see what self-expression is, what you can possibly do when you really believe in it. And these are very important, subtle messages that art sends out to people. And it gives me great joy. It gives me great joy that these kind of messages are going out to people in its own subtle way. People are actually thinking, processing. When you find a person standing next to the work of art, trying to make out what it is and making sense of what they are seeing, the struggle that they go through, I think that's a very remarkable thing. You're just not viewing a work of art, you're viewing a picture of courage. This is what courage looks like. The artist was courageous to create something like this, envision something like this, have the courage to present it out to the world. That's courage. And the woman who's been photographed, she's a lot more courageous than anyone I know. I don't know who she is, but for her to be picturized like this, where every inch of her has been deformed, unidentified, zoomed, distorted in ways that doesn't flatter in any micro inch. She's courage. She's a symbol of courage. So seeing a show like this, being uncomfortable is one aspect of it, but somewhere deep down you acknowledge that this was not done before. This courage was not seen before.
if one person can do it, I think I have every right to express what is there in my mind and soul. And these messages are so important in these times. We have been so far away from reality. We have been consistently brainwashed. We have been just, through our mobiles, our televisions, our news channels and whatnot. We don't even know what reality is. We don't even know what a real woman's body looks like. We only see the doctored, photoshopped, airbrushed images of people on the screen, and we think that is the ideal. And for youngsters to see this, and for them to also realize that, oh, I've seen this image somewhere. Oh, my mother's hair is like that. My father's feet look like that. Suddenly they are jolted back to reality. And that jolt is what is the most precious thing that we all take from this show. I don't know when the next show will be, but I hope this show travels many cities, reaches many people, encourages them to feel free to express what they have to express without fear or favor. I mean, that is the kind of place we like to live in eventually, where the mind is without fear. Thank you. எல்லோருக்கும் வணக்கம். இதனுடைய ஃபஸ்ட்டு ஃபோட்டோ எக்ஸிபிஷன் இன் கேரளா. ஸோ ரொம்ப மகிழ்ச்சியாக இருக்குது. ஹரியானா வந்து என்னை இன்வைட் பண்ணது லாஸ்ட் மந்த் என்னை இன்வைட் பண்ணிட்டாரு இந்த எக்ஸிபிஷன் கண்டிப்பாக வரணும்னு சொல்லிட்டு. ஸோ என் ஒர்க்கை வந்து நிறைய நாள் ஃபாலோ பண்ணியிருக்காரு, என் ஒர்க்கை அப்ரிசியேட் பண்ணியிருக்காரு. ஸோ அது ரொம்ப எனக்கு பிடிச்சமாக இருந்துச்சு. ஒரு சக கலைஞனுடைய ஒரு பாராட்டு வந்து ரொம்ப முக்கியமானது. ஸோ அவருடைய எக்ஸிபிஷனுக்கு வந்து இன்வைட் பண்ணனால எனக்கு வரணும்னு கண்டிப்பாக தோணுச்சு. ஸோ அதனால தான் இங்கே இருக்கேன். ஸோ இங்கே இருக்க ஃபோட்டோஸ்லாம் பார்க்கும்போது நம்ம இது முன்னாடி வரைக்கும் பார்த்ததுக்கும் இப்போ இங்கே இருக்க ஃபோட்டோஸும் நிறைய வித்தியாசமான உணர்வுகள் நமக்கு கிடைக்கும். எனக்கு ஆரம்பத்தில் வந்து ஒரு குழப்பமான மனநிலை தான் இருந்துச்சு. இதை புரிஞ்சுக்கிறதுக்கு ரொம்ப டைம் எடுத்துச்சு எனக்கு கொஞ்சம். இன்னொன்று, பெண் உடல் மீதான கட்டமைக்கப்படுகிற அனைத்து விதமான ஒரு வரையறைக்கும் வந்து எதிராக வந்து ஒரு பயங்கரமான கேள்வி எழுப்பக்கூடியதாகவும், ஒரு ஃப்ரேமுக்குள்ளே பலதரப்பட்ட கேள்விகளையும் பதில்களையும் சொல்லக்கூடியதாகவும் இருக்குது. ஸோ ஒரு பெண்ணோட வந்து இப்படி தான் இருக்கணும், இல்லை ஒரு அப்படி இருக்குன்னு சொல்லிட்டு ஒரு எந்த ஒரு இதுவும் இல்லாமல் அதன் போக்கில் அதன் எண்ணத்துக்கேற்றாப்புல அது வந்து விரியுது, பறக்குது, இந்த மாதிரி விஷயங்களை வந்து உணர்வுகளை கொடுக்கக்கூடியதாக இருக்குது. வாய்ப்பு இருக்கிறவங்க எல்லோரும் வந்து இந்த எக்ஸிபிஷன் கண்டிப்பாக பார்க்கணும். ரொம்ப முக்கியமான எக்ஸிபிஷன். ஸோ அங்கே இருக்கிற ரொம்ப 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 சந்தோஷமாக இருக்குது எனக்கு. ஸோ ஒரு வேறு விதமான உணர்வை வந்து இது மூலிமா எனக்கு கிடைக்குது. ஸோ அனைவரும் வந்து பாருங்கள். மகிழ்ச்சி. Sound check. Yes, എൻ്റെ പേര് ഹരികുമാറാണ്, കോഴിക്കോട് സ്വദേശം. ഞാൻ ഹരിഹരൻ സാറിൻ്റെ ഫോട്ടോഗ്രാഫി കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ ബിനാലയിൽ ആദ്യമായിട്ടാണ് നേരിട്ട് എക്സിബിഷൻ കണ്ടത്. അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് കണ്ടു. ആൻഡ് ഐ എം very happy and feel lucky that I have made it to this particular exhibition, BARBEQUE Republican പറഞ്ഞിട്ട്. ഇത്ര പ്രോളിഫിക് ആയിട്ട് ഇത്ര ഈ സബ്ജക്റ്റ് അവതരിപ്പിക്കുന്നത് ഇറ്റ്സ് അൺപ്രീസിഡൻറ്റഡ് തന്നെ പറയാം. അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ മേ ബി 50-60 ഇയേഴ്സ് ഓഫ് ആർട്ട് ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ട് ആയിരിക്കും ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. There are so many things to say about this particular exhibition. 1979 Iran revolution ശേഷമാണ് അതിനുവരെ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സെൽഫ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ലൈഫ് എവിടെയും ഉണ്ടായിരുന്നില്ല. ഇല്ലെങ്കിൽ സെൽഫ് സെൻസർഷിപ്പ് എന്ന ഒരു ഇഷ്യൂ ഒരു ഇതായിട്ടുണ്ടായിരുന്നില്ല. 1979 ശേഷമാണ് ഈ സെൽഫ് സെൻസർഷിപ്പ് എന്നത് ഒരു വേ ഓഫ് ലൈഫായിട്ട് തന്നെ മാറി വന്നു. സെൽഫ് കോൺഷ്യസ് ആയിട്ടും സെൽഫ് സെൻസർഷിപ്പായിട്ടും. അതിപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നപ്പോൾ ആ IT കമ്പനികൾ തന്നെ അത് ഇമ്പോസ് ചെയ്തിട്ട് ദിസ് ഈസ്
എഗനിസ്റ്റ് കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം പറയാനും കാണാനും കാണിക്കാനും പറ്റാത്ത മാതിരിയാക്കി ശ്വാസം കിട്ടാണ്ട് സ്റ്റൈഫ്ലിംഗ് ഒരു എൻവിറോൺമെൻറ്റ് നടുക്കാണ് പെട്ടെന്ന് ഹരിഹരൻ സാറിൻ്റെ ഒരു എക്സിബിഷൻ ഇങ്ങനെ വരുന്നത് ഭയങ്കര സന്തോഷം ഉണ്ട്. ഇറ്റ്സ് ആക്ച്വലി ലൈക്ക് ഈ ഇമേജസ് കാണുന്ന നേരത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മളുടെ അക്കമഹാദേവി എന്ന് പറഞ്ഞിട്ട് ഒരു ലിംഗായത്ത് ഷൈവൈറ്റ് കവയിത്രി പോയറ്റസ് ഉണ്ടായിരുന്നു. വചന മണ്ഡപം എന്ന ഒരു കാസ്റ്റ്ലെസ് ഒരു സോഷ്യൽ കമ്മ്യൂൺ മാതിരി ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കർണാടകയിലെ ഡെക്കൻ ഇന്ത്യയിൽ. ആ അക്കമഹാദേവി എന്താ പറയുക ദിഗംബരമായിട്ട് നടക്കുന്ന ഒരു സ്ത്രീ ആയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഷീ അക്കമഹാദേവി മീര ശ്രീകൃഷ്ണൻ എങ്ങനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. ഈ അക്കമഹാദേവി മഹാശിവനാണ് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ദിഗംബരമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഷീ യൂസ് ടു കവർ ഹെർസെൽഫ് വിത്ത് ഹെർ ഹെയർ ഡ്രസ്സസ് എന്ന് പറയും. അപ്പോൾ സമയം കൂടിപ്പോയോ. അപ്പോൾ ഹർ കണ്ടംപററി വാസ് അല്ലാമ പ്രഭു. അപ്പോൾ അല്ലാമ പ്രഭു അക്കമഹാദേവിനോട് ചോദിക്കും, ആരാണ് ഹൂ ഈസ് യുവർ ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അക്കമഹാദേവി പറയും, ഐ ആം മാരീഡ് ടു ചെന്ന മല്ലികാർജുന, ലോർഡ് ഹൂ ഈസ് വൈറ്റ് ആസ് ജാസ്മിൻ. അതാണ് ചെന്ന മല്ലികാർജുന എന്ന് അർത്ഥം. അപ്പോൾ ഐ ആം മാരീഡ് ഫോർ എവർ. എന്നിട്ട് കളിയാക്കിക്കൊണ്ട് അല്ലാമ പ്രഭു ചോദിക്കും, തനിക്ക് ദിഗംബരമായിട്ട് നടക്കണമെങ്കിൽ പിന്നെ ഈ സാരിന് പകരം എന്തിനാണ് ഈ മുടി മുന്നിലെ വെച്ചിട്ട് ഇങ്ങനെ മുടിയുടെ പിന്നിലെ താൻ ഒളിച്ച് നടക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ഒരു വചനമുണ്ട്. അതിന് പെട്ടെന്ന് അത് കന്നഡയിലും ഇംഗ്ലീഷിലും ഓർമ്മയില്ലാതൊരു വചനമാണ്. പക്ഷേ ആ മറുപടി എങ്ങനെ ഉണ്ടാവും പറഞ്ഞാൽ, until the fruit is ripe, the skin will not fall off. അപ്പോൾ ബ്രദർ ഡോണ്ട് ടീസ് മീ, ഐ ആം മാരീഡ് ടു മല്ലികാർജുന, അങ്ങനെ ഒരു അർത്ഥത്തിലാണ് അത് പറയും. അതേമാതിരി ആ വചന കവിത്വത്തിൽ വേറെ ഒരു കേത്തലാദേവി ഗുണ്ടയ്യ എന്ന ഒരു പോട്ടറുടെ ഭാര്യയായി ഉണ്ടായിരുന്നു. അവരുടെ ഒരു ചെറിയൊരു വചനമുണ്ട്, until the clay is right, it will not make a pot. മണ്ണ് നന്നായാലേ മൺപാത്രം നന്നായിട്ട്. അപ്പം അതുപോലെയാണ് നമ്മുടെ മനസ്സും സ്വഭാവം ഇതൊക്കെ നന്നായാൽ മാത്രമേ നമുക്ക് ക്ലീനായിട്ടും ഹാപ്പി ആയിട്ടും ജീവിക്കാൻ പറ്റും. അപ്പോൾ ഐ എം സോ വെരി ഹാപ്പി ദറ്റ് ഹരിഹരൻ ഹാസ് ബ്രോട്ട് ദറ്റ് എൻറ്റയർ തിങ് വൺസ് അഗെയിൻ ത്രൂ ദിസ് പ്രോളിഫിക്. ഇറ്റ്സ് റിയലി പ്രോളിഫിക്. ഇത്ര അബണ്ടൻസ് ആയിട്ടുള്ള ഒരു ഇത് അത്യാവശ്യമാണ്. ഡ്യൂപ്ലിസിറ്റി ഓർ മൾട്ടിപ്ലിസിറ്റി എന്ന തോന്നുന്നുണ്ടാവും, പക്ഷേ ഇറ്റ്സ് സ്റ്റിൽ ലൈക്ക് ഇറ്റ്സ് വെരി വണ്ടർഫുൾ. So thank you so much, Hariharan, for giving me this opportunity. Hi, I'm Hari. I live here, but I work basically in Vietnam. I don't have anything profound to say about what I've seen here, but the impact on me is very profound. I don't think I can look at human flesh again in the same way. I can't look at ideas about human flesh and sensuality and other things in the same way. It's at that level, it's very disturbing and very profound. I think I'm going to go through daily life from the rest of my life, connecting images that I see somehow or the other. And I think that's the impact of this work. This photograph had a huge impact on me because this is how I saw my dad for the first time when I returned from the US to Kerala. He had passed away and I had not seen him, and this is how I saw him first. So the level of this impact is what I feel from a lot of other photographs as well. Even though, as somebody who is obviously interested in the human story, interested in sex, interested in the human body, this brings a perspective that perhaps would have been very, very difficult to get otherwise. So I have to thank Hari for it.
I have to thank Hari for disturbing me. I also think I have to curse him a little for spoiling my life from now. Cheers. ഇത്രയും ചിത്രങ്ങളുടെ നടുവിലിരിക്കുമ്പോൾ അതും ഏകദേശം ഒരു 3 വർഷത്തെ പരിശ്രമത്തിൻ്റെ ഫലമായി തീർത്ത ഒരു ചിത്രപരമ്പര ഏറെ സന്തോഷം തോന്നേണ്ടതാണ്. പക്ഷേ ഇതിലേക്ക് എത്തിപ്പെടാനുള്ള കാരണങ്ങൾ ഒന്നുകൂടെ ആലോചിക്കുമ്പോൾ അത്രയധികം സന്തോഷം പ്രദാനം ചെയ്യുന്ന ചിത്രങ്ങളല്ല അവ. അത് കാണുന്നവർക്കും ഏറെ സന്തോഷം പ്രദാനം ചെയ്യാനുള്ള യാതൊരു കാരണവും ഞാനും കാണുന്നില്ല. കാരണം ഇതിലേക്ക് നയിച്ച മുഖ്യമായ ഒരു സ്വാധീനം കോങ്കോ എന്ന രാജ്യത്ത് വർഷങ്ങളായിട്ട് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന അതിദാരുണമായ മാനവികതയ്ക്ക് തന്നെ ഏറ്റവും ഒരു നാണക്കേടോ ഇല്ലെങ്കിൽ ഒരു അപമാനമോ ഉണ്ടാക്കുന്ന സംഭവ വികാസങ്ങളാണ്. 2 ദശകങ്ങളിലേറെയായി അവിടെ മാറി മാറിയുള്ള പട്ടാള ഭരണം അരങ്ങേറുന്ന ഒരു രാജ്യമാണ് കോങ്കോ. ഈ 2 ദശകങ്ങളായി തന്നെയും തങ്ങളുടെ അധികാരം കാണിക്കാൻ മുഖ്യമായൊരു ഉപാധിയായി ഈ ഭരണകർത്താക്കൾ കാണുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും മുകളിൽ എങ്ങനെ അക്രമത്തിലൂടെ ആധിപത്യം സ്ഥാപിക്കാമെന്ന കാര്യമാണ്. ആൻ്റോണിയോ പ്ലാറ്റോൺ എന്ന് പറഞ്ഞ ഒരു ഫോട്ടോഗ്രാഫർ, അദ്ദേഹം ലോക ഫോട്ടോഗ്രാഫി ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫോട്ടോഗ്രാഫർമാരിൽ, അതും പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയും ഗ്ലാമർ ഫോട്ടോഗ്രാഫിയും എടുക്കുന്നൊരു മനുഷ്യൻ ഈ കോങ്കോയിൽ പോയി ഒരു അസൈൻമെൻറ്റിന് ഡോക്ടർ ഡെന്നിസ് മുക്വെഗെ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറുടെ ആശുപത്രിയിൽ ഒരു അസൈൻമെൻറ്റിന് പോകുന്നു. ഇത്രയും കാലം വളരെ ഗ്ലാമറസ് ആയിട്ട് സ്ത്രീകളെ ഏറ്റവും അവരുടെ സൗന്ദര്യം മാത്രം കാണികൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ചിത്രങ്ങൾ എടുത്തിരുന്ന ഒരു മനുഷ്യൻ അവിടെ ആശുപത്രി കിടക്കയിൽ കിടന്നിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും കണ്ട് താൻ ഇത്രയും കാലം എന്തിനാണ് ചിത്രം എടുക്കണമെന്ന് ആലോചിക്കേണ്ടി വന്നാൽ ആ സ്ത്രീകളുടെയും കുട്ടികളുടെയും ദാരുണാവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. പറഞ്ഞു വരുമ്പോൾ മനുഷ്യ ശരീരത്തിലെ, അതായത് ഈ കിടക്കയിൽ കിടക്കുന്നവരുടെ ഗുദത്തിനും യോനിക്കുമിടയിലുള്ള നേരിയ ഒരു മെംബ്രെയിൻ, അതിൽ അതിദാരുണമായ ദ്വാരങ്ങളും മറ്റ് പരിക്കുകളുമേറ്റ് ഒരു മനുഷ്യൻ ഏറ്റവും അധികം നിർവഹിക്കേണ്ട പ്രാഥമിക കടമകൾ പോലും ചെയ്യാൻ കഴിയാതെ ഏറെ ബുദ്ധിമുട്ടി പഴുപ്പും വേദനയും അനുഭവിച്ച് ജീവിക്കുന്ന സ്ത്രീകളെയാണ് അദ്ദേഹം അവിടെ കണ്ടത്. അപ്പോൾ ഇദ്ദേഹം എടുത്തിരുന്ന സ്ത്രീകളുടെ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും കൂടിയ ഭാവങ്ങൾ നമുക്ക് പകർന്നു തരുന്ന ചിത്രങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായി സ്ത്രീകളുടെ ഏറ്റവും ദാരുണമായ ഒരവസ്ഥ കാണിക്കുന്ന നേർക്കാഴ്ചകൾ ഇദ്ദേഹത്തിനുണ്ടാക്കിയ സംശയമാണ് ഈ പരമ്പരയിലേക്ക് നയിക്കാൻ ഒരു മുഖ്യമായ കാരണം. പിന്നീട് പൊതു ഇടത്ത് ഈ പരമ്പരയിൽ ഓരോ ചിത്രവും മനുഷ്യൻ്റെ ഓരോ വൈയക്തികമായ അനുഭവങ്ങളുമായിട്ട് കോർത്തിണക്കി കാണാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ എൻ്റെ വ്യാഖ്യാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഈ സാഹചര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു. കാണുന്നവർ അവരുടെ വൈയക്തികമായ അനുഭവങ്ങളും കൂട്ടിച്ചേർത്ത് ചിത്രങ്ങൾ സ്വയം വ്യാഖ്യാനിക്കാവുന്നതാണ്. എനിക്കാകെ പറയാനുള്ളത്, സന്തോഷകരമായ ഒരു കാഴ്ച നിങ്ങൾക്ക് ഇത് ഒരുപക്ഷെ പ്രദാനം ചെയ്യില്ല. പുസ്തകത്തിൽ ഞാൻ പറഞ്ഞു നിർത്തിയതുപോലെ, ഐ വെൽക്കം ഓൾ ഓഫ് യു ടു എ വെരി അൺഹാപ്പി വ്യൂയിങ്. താങ്ക് യു.